हरिनाम संकीर्तन महायज्ञ की जय। श्रील प्रभुपाद की जय। श्रील गुरुदेव की जय। गौर प्रमानंदे हरि बोल। जय राधा माधवा जय बिहारी जय राधा माधवा जय बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदानंदना जयो ब्रजन रंजना जयो यशोदानंदना जयो ब्रजन रंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो राधा नीला माधव राधा नीला माधव राधे जयो राधा नीला माधव राधा नीला माधव राधे जय रुक्मणी देवी जयो राधावी रुक्मणी देवी जयो राधावी जय रुक्मणी देवी जयो राधावी रुक्मणी देवी जयो राधावी जयो जगन्नाथ जयो जगन्नाथ बालदेवा जयो सुभद्रा माई जयो जगन्नाथ जयो जगन्नाथ बालदेवा जयो सुभद्रा माई जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम बलराम जयो कृष्ण बलराम जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामिता जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव। हरिनाम संकीर्तन महायज्ञ की हरे कृष्ण महामंत्र युग धर्म की हरिनाम संकीर्तन महायज्ञ की श्रीला प्रभुपाद की श्रील गुरुदेव की गौर प्रमानंदे हरि वो श्रीमद् भागवत गीता पढ़ने की जय। ओम
നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിയല്ലേ? 27. ഞാൻ വായിക്കാം, ഭക്തന്മാരേറ്റ് പറയുക. താൻ തമിക്ഷസ കൗന്ദേയ താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ സർവാൻ ബന്ധൂനവസ്ഥിതാ കൃപയാ പര്യാവിഷ്ടോ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നീതമബ്രവീ താൻ സമീക്ഷസ്യ കൗന്ദേയ താൻ സമീക്ഷസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ സർവാൻ ബന്ധൂനവസ്ഥിതാ കൃപയാ പരയാവിഷ്ടോ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നീതമബ്രവീ വിഷീദന്നീതമബ്രവീ താൻ സമീക്ഷസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നീതമബ്രവീ. ഒരാൾ വായി. താൻ തമീക്ഷസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നീതമബ്രവീ. അടുത്ത ഒരാൾ. താൻ സമീക്ഷസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ പരയാവിഷ്ടോ വിഷീദന്നീതമബ്രവീ. സ കൗന്ദേയ, ആ കുന്തിപുത്രൻ അവസ്ഥിത നിൽക്കുന്ന താൻ സർവാൻ ബന്ധൂൻ, ആ എല്ലാ ബന്ധുക്കളെയും സമീക്ഷ കണ്ടിട്ട് പരയാ മഹത്തായ കൃപയാ കാരുണ്യത്താൽ ആവിഷ്ട ആവേശം പൂണ്ട് വിഷീദൻ പ്രശമനായി ഇതം അബ്രവീ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയാം, ഏറ്റു പറയാം. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. അത്ര ഇങ്ങനെ ഏറ്റു പറയും. ഇങ്ങനെ പല വിധത്തിലും തനിക്ക്
ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സുഖകർണാ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹൻ ലളിതാ ശ്രീ വിശാഖ നിതാം ച. ഹേ കൃഷ്ണകരണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവധന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗഹൃതിക്ഷേ നമഃ. നമോ ബ്രാഹ്മണദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചാകൽപതരൂപേച്ഛ കൃപാസന്തപേവ ച പദാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം കൃഷ്ണ ശ്രീമതി മഹാവിഷ്ണു സ്വാമിനാമനെ നമോ മൂർധനഗണാരവിന്ദ ശ്രീ ഭാഗവത പ്രജാരണ ലോകധാരണ ശ്രീ മഹാവിഷ്ണു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഇന്ന് കുറച്ച് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷം. പല ആൾക്കാരും കുറച്ച് ദിവസം ലീവായിരുന്നു അല്ലെ. ഇന്ന് വീണ്ടും എല്ലാവരും വന്നു തുടങ്ങി. വരാൻ കഴിയട്ടെ. പുതിയ ആളാണോ? ഇതിനു ഒരിക്കൽ വന്നിട്ട് 3-4 പ്രാവശ്യം ആണോ? ഓ ശരി, സന്തോഷം. വന്നിരുന്നു. പേരെന്താ? പ്രതീഷ്. ഗുഡ്. മോള് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. മനസ്സിലായി. ശരി. നമുക്ക് റെഗുലർ ആയിട്ട് ഭഗവത്ഗീത പഠനം നടത്തിയാൽ നമ്മുടെ ലൈഫിൽ വലിയ പരിവർത്തനങ്ങൾ വരും. മറ്റെന്ത് ജോലി മാറ്റിവെച്ചിട്ടും നിങ്ങൾ റെഗുലർ ആയിട്ട് വരാൻ ശ്രമിക്കണം. പണ്ട് ഞാൻ ഇവിടെ ക്ലാസ്സിന് വരോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഇപ്പൊ വിളിക്കുന്നത് നിർത്തി, മെസ്സേജ് ഇടാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എന്തായാലും എന്ത് ജോലി ഉണ്ടെങ്കിലും അദ്ദേഹം വരും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസം എനിക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്റെ ഒരു അച്ചീവ്മെന്റ് ആണല്ലേ. അദ്ദേഹം വിചാരിക്കും എന്തായാലും അദ്ദേഹം വരും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അല്ലെ. ആ വിശ്വാസം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കും കഴിയണം. എന്ത് ജോലി ഉണ്ടെങ്കിലും മാറ്റിവെച്ചിട്ട് ഞാൻ ഭഗവത്ഗീത ക്ലാസ്സിന് വരും എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും വരാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ പോലെ ഗൃഹസ്ഥനാണ്, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. കല്യാണം നിങ്ങൾക്കുള്ള പോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട് കല്യാണം അല്ലേ. നൂലുകെട്ടുണ്ട്, മരണമുണ്ട് അല്ലെ, പാലുകാച്ചുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ സമയം അറേഞ്ച് ചെയ്യുന്നത് ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വരാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് രാവിലെ 10 മണിക്കുള്ള ഒരു കല്യാണത്തിന് നമ്മൾ തലേ ദിവസം ഇന്നലെ പോയി അതങ്ങ് സോൾവ് ചെയ്തിട്ടാണ് ഇവിടെ പിക്ചറിലുള്ളത്. ശരിയല്ലേ? അപ്പോ ഭഗവാനെ മുൻനിർത്തി നമ്മൾ ഒരു എക്സ്ക്യൂസ് ചെയ്താൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളെ ഉപദ്രവിക്കും. പിന്നെ തീരെ അടുത്ത ബന്ധുക്കളുടെ കല്യാണമാണെങ്കിൽ ഒരിക്കലും വരാൻ പറ്റില്ല, സംബന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും തീരെ അടുത്തുള്ള ആൾക്കാരുടെ കല്യാണം നടക്കുന്നുണ്ടോ? ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ടൈം അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കാം ഭഗവത്ഗീത ക്ലാസ്. ഓക്കെ, ശരി. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ബന്ധങ്ങളെ കുറിച്ച് തന്നെയാണ്. നമുക്ക് ഭഗവത്ഗീത ക്ലാസ്സിന് വരാതെ ഇരിക്കാൻ സാഹചര്യം ഉണ്ടായത് വളരെ അടുത്ത ബന്ധുക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മരണത്തിനോ പാലുകാച്ചിനോ ഒക്കെ പോയിട്ടാണ് അല്ലെ. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും അർജുനന്റെ ബന്ധുക്കളെ കുറിച്ചുള്ള ചർച്ചയാണ് അല്ലേ. ഇപ്പൊ അർജുനൻ നോക്കിയപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ ആരൊക്കെ നിൽക്കുന്നു? എല്ലാ സ്വന്തക്കാരും ബന്ധക്കാരുമാണ് ഇദ്ദേഹത്തിന്റെ എതിരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് എന്തുണ്ടായി?
ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ, എവിടെ? കുരുക്ഷേത്ര യുദ്ധക്കളത്തില് ഓപ്പോസിറ്റ് ടീമില് അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു, ഉടനെ വിഷമം വരാൻ തുടങ്ങി. കരുണ എന്ന് പറയാൻ കാരണം എന്ത്? അവരെ ഞാൻ കൊല്ലുന്നില്ല, ഞാൻ കൊല്ലണ്ട എന്ന്. പക്ഷെ കൊല്ലുന്നില്ല എന്നും കൊല്ലാൻ പറ്റുമെന്നും ഒക്കെ ആർക്കറിയാം? അർജുനറിയാം. അർജുനൻ അവിടെ ഉള്ള എല്ലാവരെക്കാളും അതിശക്തനാണ്. അപ്പൊ ആ ശക്തിയുള്ള അദ്ദേഹം ആ കൃത്യത്തിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങി മാനസികമായി. അതാണ് കരുണാഭരിതന. ഞാനായിട്ട് അവരെ കൊല്ലുന്നില്ല എന്ന് തീരുമാനിച്ചു. അതാണ് ആ കരുണാഭരിതനായ എന്ന് പറയാൻ കാരണം. വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുക. അത് ശരിയാണോ? ശരിയാണോ? അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിയമദേവതയെ കണ്ടിട്ടുണ്ടോ? നിയമദേവതയുടെ കയ്യിൽ എന്തുണ്ട്? ത്രാസുണ്ട്. ശരി, നിയമദേവതയുടെ കയ്യിൽ ത്രാസ്. മറ്റേ കയ്യിൽ എന്താണുള്ളത്? വാളാണുള്ളത്. ഒരു കയ്യിൽ ത്രാസും മറു കയ്യിൽ വാളുമാണുള്ളത്, അല്ലെ? പക്ഷെ നിയമദേവതയുടെ കണ്ണ് ഓപ്പൺ ആണോ? ഗാന്ധാരിയെ പോലെ കണ്ണ് കെട്ടിവെച്ചിരിക്കുക, അല്ലെ? ഗാന്ധാരി കണ്ണ് കെട്ടിയിരിക്കുകയല്ലേ? അതേപോലെ നിയമദേവതയുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുക. നിയമദേവതയുടെ കണ്ണ് ആരാണ് കെട്ടിയത്? ഗാന്ധാരിയുടെ കണ്ണ് ആരാണ് കെട്ടിയത്? സ്വയമേയാണ് കെട്ടിയത്. നിയമദേവതയുടെ കണ്ണ് ആരാണ് കെട്ടിയത്? പറയും, ആരായിരിക്കും? സ്വയമേയാണോ കെട്ടിയത്? ആണോ? നിയമദേവതയുടെ കണ്ണ് അവിടുത്തെ ഗവൺമെന്റ് കെട്ടിവെച്ചിരിക്കുക. ആ രാജ്യത്തെ രാജാവാണ് കെട്ടിവെച്ചിരിക്കുന്നത്. നിയമദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് അവിടുത്തെ രാജാവാണ്. എന്തിനാണ് നിയമദേവതയുടെ കണ്ണ് അവിടുത്തെ രാജാവ് കെട്ടിവെച്ചിരിക്കുന്നത്? നിയമദേവത ആളും തരവും നോക്കിയല്ല നിയമം നടപ്പാക്കേണ്ടത്. കണ്ണ് അടച്ചു വെച്ചിട്ട് ആളെ നോക്കിയല്ല ശിക്ഷ വിധിക്കേണ്ടത്, അല്ലെങ്കിൽ പാരിതോഷികം വിധിക്കേണ്ടത്. ആളെ നോക്കാൻ പാടില്ല. അവർ ചെയ്ത പ്രവൃത്തി നോക്കി മാത്രമേ ശിക്ഷ അല്ലെങ്കിൽ പാരിതോഷികം വിധിക്കാം. അത് എങ്ങനെ നോക്കും? കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന ആളിനെ എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ത്രാസ്. അപ്പൊ ത്രാസില് തൂക്കുമ്പോ വെയിറ്റ് ഉള്ള ഭാഗം താന്നു പോകും, വെയിറ്റ് കുറഞ്ഞ ഭാഗം പൊങ്ങിയിരിക്കും, അല്ലെ? അപ്പൊ അതിന് കണ്ണിന്റെ ആവശ്യമില്ല. കറക്റ്റായിട്ട് മറ്റുള്ള ആൾക്കാരെ അടിച്ചു വെക്കുമ്പോൾ ഏത് ഭാഗം ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അത് പൊക്കി വെച്ചിരുന്ന, അല്ലെ? എന്നതുപോലെ വെയിറ്റ് നോക്കി. എന്തിന്റെ വെയിറ്റ് നോക്കി? അവരവർ ചെയ്ത പാപത്തിന്റെ വെയിറ്റ് നോക്കിയാണ് ഈ കയ്യിലുള്ള വാൾ വെച്ച് ശിക്ഷ കൊടുക്കുന്നത്. വെയിറ്റ് നോക്കണം, ശിക്ഷയും കൊടുക്കണം. ചെറിയ തെറ്റ് ചെയ്തവന് വലിയ പണിഷ്മെന്റ് കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. അതാണ് ഈ ത്രാസ് കാണിക്കുന്നത്. അപ്പൊ അളവ് നോക്കി ഓരോരുത്തരുടെയും തെറ്റും സാമർത്ഥ്യവും അവർ ചെയ്ത നല്ല കാര്യവും ചെയ്ത് നോക്കിയിട്ട് രണ്ടും ചെയ്യണം. എന്താണ്? ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം, മറ്റൊരാൾക്ക് പാരിതോഷികവും കൊടുക്കണം. ഒരേ ജഡ്ജല്ലേ രണ്ടും ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പാവൻ ദേഷ്യം പിടിക്കും. അതേ ജഡ്ജ് മറ്റുള്ളവർക്ക് തൂക്കി കൊല്ലാന്ന് വിധിച്ചളായി, അല്ലെ? ജയിലിൽ പോകാൻ വേണ്ടി 14 വർഷം ജയിലിൽ പോകുന്ന അതേ ജഡ്ജാണ് ചെയ്യുന്നത്. ആ നിയമദേവത അവരവരുടെ കർമ്മഫലം അനുസരിച്ച് പണിഷ്മെന്റ് കൊടുക്കുകയോ മറ്റു കാര്യത്തിൽ ചെയ്യണം. ഒരു കണ്ണ് കെട്ടിയിരിക്കുന്ന, ത്രാസ് വെച്ചിരിക്കുന്ന, വാൾ വെച്ചിരിക്കുന്ന നിയമദേവതയിലൂടെ നമുക്ക് ആ ഗവൺമെന്റ് പറഞ്ഞു തരുന്നത്. ഈ ഗവൺമെന്റ് ആരുടെ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കും. ചില സമയത്ത് TV യിൽ കാണുന്നില്ലേ, മുഖം നോക്കാതെ ഈ ആക്ഷൻ എടുത്തിരിക്കും എന്ന് ഉറപ്പാണ്. കാരണം പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. അതേ പണി ഇവിടെ ആര് ചെയ്യേണ്ടതുണ്ട്? അർജുനൻ ചെയ്യേണ്ടതുണ്ട്. അർജുനൻ ആ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുകയാണ് ഒരു തെറ്റിനെതിരെ ഒരു ഓപ്പറേഷൻ. എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്? ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ കുബേര, ഓപ്പറേഷൻ എന്തല്ല. കാർഗിൽ വാറിന്റെ ഓപ്പറേഷൻ എന്താണ്? എന്തോ എനിക്കറിയില്ല. അതേപോലെ പണ്ട് ഇന്ദിരാഗാന്ധി 1-2 ഓപ്പറേഷൻസിന്, ഒരുപാട് ഓപ്പറേഷന് പല പേരുകളുണ്ട്. എനിവേ, ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നിയോഗിച്ച വ്യക്തി പിന്നെ മുഖം നോക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആ ഗവൺമെന്റ് തന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുക. ഇവിടെ അർജുനനെ ആ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഓപ്പറേഷൻ നടത്താമെന്ന സമയത്താണ് മനസ്സിലായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് എന്റെ സ്വന്തം ബന്ധുക്കൾ, എന്റെ സ്വന്തം ഫ്രണ്ട്സ്, പണ്ടത്തെ ഫ്രണ്ട്സ്. അപ്പൊ അവിടെ നോക്കാൻ പാടുണ്ടോ? അവിടെ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അവിടെ കരുണാഭരിതനായ അർജുനൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കരുണയാണോ? അത് കരുണയല്ല. ആ കരുണ ഇയാൾ കാണിക്കേണ്ട ആവശ്യവുമില്ല. അയാൾ നിയോഗിച്ച ജോലി മാത്രം ചെയ്താൽ മതി. കരുണ ഒന്നും കാണിക്കരുത്. മുഖം നോക്കുമ്പോഴാണ്
ഹൃദയത്തിന് സ്ഥാനം വരുന്നത്. ഹൃദയത്തിന് സ്ഥാനമില്ല. പറഞ്ഞ ജോലി മാത്രം ഡ്യൂട്ടി ഓറിയന്റഡ് ആയിട്ട് ചെയ്താൽ മതി. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നു, ഓണത്തിന് വീട്ടിലെല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ പോലീസുകാരനാണ്. അപ്പൊ പോലീസിന്റെ ഏതോ ഒരു VVIP വരുന്നു. അപ്പൊ എന്നെ നടു റോട്ടിൽ ഏതോ ഒരു സെന്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പോയി വെയിലും കൊണ്ട് തിരുവോണത്തിന്റെ സദ്യയുടെ സമയത്ത് അവിടെ പോയി നിൽക്കണോ, ആ ജോലി മാറ്റി വെച്ചിട്ട് കുടുംബാംഗങ്ങളുടെ കൂടെ സദ്യ കഴിക്കണം? ഏതാണ് ചെയ്യേണ്ടത്? ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ അവിടെ സദ്യക്കോ സ്വന്തക്കാരുണ്ടെന്നോ അതിനൊന്നും പ്രാധാന്യം വയ്ക്കരുത്. ഇതേപോലെ ഡ്യൂട്ടി ഫസ്റ്റ്. അപ്പൊ അതേപോലെ ഞാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞിരുന്നു, അല്ലെ? നമുക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിൽ ചില ധർമ്മങ്ങളും തമ്മിൽ കോൺട്രഡിക്ഷൻ വരുമ്പോൾ ഉന്നത ധർമ്മം നമ്മൾ സ്വീകരിക്കണം. രാജാധർമ്മം, പിതൃധർമ്മം, ഭാര്യധർമ്മം, പുത്രധർമ്മം, പ്രജാധർമ്മം, അല്ലെ? സ്റ്റുഡന്റിന്റെ വിദ്യാർത്ഥി ധർമ്മം, അല്ലെ? അങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ ഉന്നത ധർമ്മം സ്വീകരിക്കണം. അപ്പൊ എല്ലാ ധർമ്മത്തിനേക്കാൾ ഉപരിയുള്ള ധർമ്മം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താണ്? ഭഗവത് ധർമ്മം. അപ്പൊ ഭഗവാൻ സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. അങ്ങനെ ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷൻ വരുമ്പോൾ നിങ്ങൾ സകല ധർമ്മവും ഉപേക്ഷിച്ചോ, എന്നെ മാത്രം, അപ്പൊ ഭഗവത് ധർമ്മം മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുക. ശ്രീരാമചന്ദ്രൻ ഭാര്യ ഭർത്തൃധർമ്മവും രാജധർമ്മവും തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നപ്പോ ഏതാണ് സെലക്ട് ചെയ്തത്? രാജധർമ്മമാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഏത് ധർമ്മം സെലക്ട് ചെയ്യണം, ഏത് ധർമ്മം വിടണം എന്ന് നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ആചാര്യന്മാർ പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഏത് ധർമ്മം തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാലും ഭഗവത് ധർമ്മത്തിന് കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം വിട്ടോളൂ, ആരെ പിടിച്ചോളുക? ഭഗവത് ധർമ്മം മാത്രം പിടിച്ചോളുക എന്ന് വ്യക്തമായി കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്. സർവധർമാൻ പരിത്യജ എന്നാണ്. അപ്പൊ അധർമ്മം ചെയ്യാൻ പാടുണ്ടോ? അധർമ്മം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അല്ലെ? കർമ്മം, അകർമ്മം, വികർമ്മം എന്നിങ്ങനെ 3 തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നു. കർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തികൾ, പുണ്യപാപ പ്രവർത്തികൾ. പുണ്യം ചെയ്താൽ പുണ്യം കിട്ടും, പാപം ചെയ്താൽ പാപം കിട്ടും. അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ വികർമ്മം എന്ന് പറഞ്ഞാൽ നിശ്ചിത പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ക്രൈം ആക്ടിവിറ്റീസ്. അപ്പൊ അത് നമുക്കിവിടെ സ്വതന്ത്രമായി ചലിക്കാൻ അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ ഈ ചലനം മറ്റുള്ളവരുടെ നെഞ്ചിൽ ഇടിയായിട്ട് കിട്ടുമ്പോൾ അത് ക്രൈമാണ്. അങ്ങനെ ചലിക്കാൻ ഇവിടെ അവകാശമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് സമൂഹത്തിന് ദോഷമുള്ള രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കണം. അങ്ങനെ ചെയ്താൽ അതിന്റെ പേരാണ് ക്രൈം ആക്ടിവിറ്റീസ്. അതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. വികർമ്മം. പിന്നെ എന്താണ് അകർമ്മം എന്ന് പറയുന്നത്? ശരിക്കും ഭഗവാൻ നമ്മളോട് പറയുന്നത് അകർമ്മം ചെയ്യാനാണ്, കർമ്മം ചെയ്യാനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ കൃഷ്ണൻ പറയുന്നു. അല്ല. കർമ്മം ചെയ്താൽ പാപവും, പുണ്യം ചെയ്താൽ പുണ്യം നമുക്ക് കിട്ടും. പക്ഷെ പാപവും പുണ്യവും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് അകർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നതാണ് അകർമ്മം. അതിനെന്തില്ല? പാപമില്ല. ഉദാഹരണത്തിന് ക്ഷേത്രത്തിൽ നിവേദിക്കാൻ വേണ്ടി ഒരു സാധനം വെച്ചു. ആ സാധനം നമ്മൾ വീട്ടിൽ വെച്ചാൽ അതിന്റെ പേര് പായസം എന്നാണ്. എന്നാൽ ക്ഷേത്രത്തിൽ അതേ സാധനം വെച്ച് നമുക്ക് തന്ന അതിന്റെ പേര് പ്രസാദം എന്നാണ്. അതിന് പായസം എന്ന് പറയില്ല, അത് പ്രസാദം എന്നാണ്. എന്താണ് അതിന് വ്യത്യാസം? ഒന്ന് ഭഗവാന് സമർപ്പിച്ചതാണ്, ഒന്ന് ഭഗവാന് സമർപ്പിക്കാത്തതാണ്. ഭഗവത്ഗീത വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ട്, സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ആഹാരം ഉണ്ടാക്കി തിന്നവൻ പാപത്തെ എടുത്താണ് വീഴുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ എനിക്കായി അർപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി ഭുജിക്കുന്ന ആള് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപം കൂടെ ഇത് കഴിക്കുന്നതോടുകൂടി ഇല്ലാതാവും എന്ന് പറയും. ഒരേ പ്രവൃത്തി, ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ നിവേദിച്ച് കഴിക്കുമ്പോൾ അത് ഈ ജന്മത്തിലെ ഈ ആഹാരത്തിന്റെ പാപം നമ്മളെ അഫക്ട് ചെയ്യൂല. പൂർവ്വജന്മത്തിൽ ഇതുപോലെ കഴിച്ചിട്ടുള്ളതിന്റെ പാപം പോലും ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. മനസ്സിലായ? എന്നാൽ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഭഗവാന് തുളസിയിട്ട് നിവേദിക്കാതെയാണ് കഴിക്കുന്നെങ്കിൽ ആ ആഹാരം നമ്മുടെ കൺമുമ്പിൽ വരുന്നതിന് മുമ്പ് ആരൊക്കെ എഫോർട്ട് ഇട്ടോ അവരുടെയൊക്കെ എഫോർട്ടിന്റെ ഒരു പാവഫലം നമുക്ക് കൂടെ ഉണ്ടാകും. അപ്പൊ അതാണ് എന്തുണ്ടെങ്കിലും ആർക്ക് സമർപ്പണം ചെയ്ത് കഴിയണം എന്ന് പറയുന്നത്. ഭഗവതി കുന്തിപുത്ര, നീ എന്ത് ഭുജിക്കുന്നുവോ അതെല്ലാം എനിക്കായി സമർപ്പിച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്ത് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അത് എന്നെ സമർപ്പിച്ച് ചെയ്യും. എന്ത് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുവോ അത് എനിക്ക് സമർപ്പിച്ച് ചെയ്യും. ഇവിടെ യുദ്ധവും ആര് സമർപ്പിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അത് കൃഷ്ണനെ സമർപ്പിച്ച് ചെയ്യാനാണ്. പ്രവർത്തനങ്ങളെല്ലാം ഭഗവാൻ സമർപ്പിച്ചാണ് ചെയ്യേണ്ടത്. ആഹാരം കഴിക്കുന്നത് ഭഗവാൻ സമർപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ദാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ പേര് ഇവിടെ വെട്ടക്കാശത്ത് എഴുതി അല്ല സമർപ്പിക്കേണ്ടത്. അത് ഭഗവാൻ സമർപ്പണം ചെയ്താണ് കൊടുക്കേണ്ടത്. അന്നദാനം ചെയ്യരുത്, പ്രസാദദാനമാണ് ചെയ്യേണ്ടത്. എന്താണ്? അന്നദാനം അല്ല ചെയ്യേണ്ടത്, അന്നമാണ് ദാനം ചെയ്യേണ്ടത്. പക്ഷെ അന്നത്തിനെ പ്രസാദമാക്കിയാണ് ദാനം ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ്. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറില്ലേ?
ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ദേവിക്ക് നിവേദിക്കാൻ വേണ്ടി ഇങ്ങനെ അവര് വെള്ളം തെളിക്കും അല്ലെ. ശരിക്കും ദേവി ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് ആയിട്ട് ദേവിക്ക് പ്രസാദം കൊടുക്കുന്നത്, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ, അത് കൃഷ്ണന് നിവേദിച്ചിട്ട് ദേവി കൊടുക്കുന്നതാണോ? മനസ്സിലായോ? യഥാർത്ഥത്തിൽ ദേവിക്ക് ഇഷ്ടം അത് കൃഷ്ണന് സമർപ്പണം ചെയ്ത് അത് ദേവിക്കും കൂടെ കൊടുക്കുകയാണ്. അതിന്റെ തെളിവാണ് പാർവതി ദേവിയല്ലേ, അല്ലേ? മായ ജഗന്നാഥപുരി ഡാമിൽ നിങ്ങൾ പോയാല് ജഗന്നാഥപുരി ഡാമില് ഭഗവാന് പ്രസാദം നിവേദിച്ചതിന് ശേഷം ആദ്യം അത് കൊടുക്കാൻ ആർക്കാണ് കൊടുക്കണം എന്നറിയാമോ? അവിടെ വിമലാദേവി എന്ന് പറഞ്ഞ് പാർവതി ദേവി അവിടെയുണ്ട്. ആ ദേവിക്ക് കൊടുത്തിട്ട് മാത്രമേ നാട്ടുകാർ കൊടുക്കൂ. പക്ഷെ നേരിട്ട് ദേവിക്ക് കൊടുക്കാറുമില്ല. ആദ്യം ജഗന്നാഥൻ, പിന്നെ അതെടുത്ത് ദേവി കൊടുത്തതിന് ശേഷം നാട്ടുകാർ. ഇങ്ങനെയാണ്. അതിന് കുറേ ഒരു കഥയുണ്ട്. പണ്ട് നാരദന് കുറച്ച് പ്രസാദം കഴിച്ചു, നമ്മുടെ അത് പരമശിവന് കൊടുത്തു. പരമശിവൻ എടുത്ത് പ്രസാദം ആയതുകൊണ്ട് ഉടനെ എടുത്ത് കഴിച്ചളാം. അത് ആര് ദേഷ്യം വന്നു? പാർവതി ദേവി നോക്കിയപ്പോ പരമശിവൻ ഭയങ്കര ഡാൻസ് എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര ആനന്ദം തോന്നുന്നു. എന്താണ് കാരണം നോക്കിയപ്പോ എനിക്ക് കുറച്ച് പ്രസാദം കിട്ടി. അയ്യോ എനിക്ക് എന്തുകൊണ്ട് തന്നില്ല? അയ്യോ അത് കിട്ടിയത് ഞാൻ എടുത്ത് കഴിച്ചോളാം. ഉടനെ ദേഷ്യപ്പെട്ട് ദേവി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ കലിയുഗത്തില് ജഗന്നാഥപുരി ധാമില് ഞാൻ അധിവസിക്കും. അവിടെ ഉണ്ടാക്കുന്ന എല്ലാ എന്റെ പ്രസാദവും ആദ്യം നിനക്ക് നിവേദിക്കും, നിനക്ക് ശേഷം മാത്രമേ വേറെ ആർക്കും കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അത് ആകെ ശിവഭഗവാന് അത്രേ കിട്ടിയുള്ളൂ, ശരിയേ കിട്ടിയുള്ളൂ. എന്നാ പാർവതി ദേവിക്ക് 10 കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടാനുള്ള പ്രശ്നം. അപ്പോ ദേവിക്ക് ഇത്രയും പ്രസാദം കിട്ടുകയാണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ പോയി ദേവിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണോ ദേവിക്ക് സന്തോഷം, അതോ കൃഷ്ണന് നിവേദിച്ചിട്ട് അത് കൊടുക്കുമ്പോഴാണോ ഏറ്റവും സന്തോഷം? അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ്. അപ്പൊ 33 ദേവന്മാര് സേവനം ചെയ്യുന്നത് ഭഗവാനെയാണ്. അപ്പൊ 33 ദേവന്മാരെ സംതൃപ്തിപ്പെടുത്താൻ പ്രത്യേകം മന്ത്രം ജപിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ 33 എത്തൂല, അതിനു മുമ്പ് നമ്മൾ ചത്തുപോകും. എന്നാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതുകൊണ്ട് മാത്രം 33 ദേവന്മാരെ നമുക്ക് പ്രതിപ്പെടുത്താൻ പറ്റും. ഓക്കെ, ശരി. കുറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇവിടെ അർജുനന് ഇപ്പൊ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം സ്വന്തക്കാരും ബന്ധക്കാരുമാണ്. അപ്പൊ യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. കാരണം എന്താ? നിയമദേവയുടെ കെട്ടിരിക്കുന്ന തുണി എങ്ങനെയോ അഴിഞ്ഞുപോയി. അർജുനൻ നോക്കിയപ്പോ എല്ലാരെ കാണാം, മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ പറ്റാതെ ആയിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോ ഗാന്ധാരി ചെയ്ത പോലെ ഉടനെ എടുത്ത് കെട്ടേണ്ടതായിരുന്നു, അല്ലേ? അഴിഞ്ഞു പോയി, ഉടനെ എടുത്ത് കെട്ടണ്ടേ? അപ്പൊ കെട്ടുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടും പോയി ഓപ്പോസിറ്റ് ആരാണ് ഉള്ളത്, എന്നാ ഞാൻ ഇനി എങ്ങനെ യുദ്ധം ചെയ്യും? ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഇവിടെ ആരെയൊക്കെയാണ് കണ്ടതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച സമയം കിട്ടി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ വിവർത്തനം മാത്രമേ ഉള്ളൂ, ഭാവാർത്ഥം ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് സംസാരിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാം. ഓക്കെ, അതുകൊണ്ടാണ് അടുത്ത ശ്ലോകം ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്റ്റഡ് ആണ്. അതിലേക്ക് നമ്മൾ പോകാത്തത് ഇതിന് മുമ്പത്തെ ശ്ലോകത്തിന്റെ കുറെ കഥകളൊക്കെ പറയാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ വായിച്ചത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 26-ാം ശ്ലോകത്തിൽ പറഞ്ഞ വിവർത്തനം ഇതാണ്: ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ പുത്രതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഇത്രയും പേരെ കണ്ടു. എവിടെ നിൽക്കുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വേദന ഉണ്ടാവില്ലേ? വിഷമം ഉണ്ടാവില്ലേ? വരും. അപ്പൊ ഭാവാർത്ഥം വായിക്കാം. എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. സ്വപിതാവിന്റെ സമവയസ്കരായ ഭൂരിശ്രവസിനെ പോലുള്ളവർ. സ്വപിതാവ് എന്ന് പറയുമ്പോ ആരാണ്? അല്ല, സ്വപിതാവിന്റെ സമപ്രായവർ എന്ന് പറയുമ്പോ അച്ഛന്റെ പേരെന്താ? പാണ്ഡു. പാണ്ഡുവിന്റെ തുല്യ പ്രായമായ ഭൂരിശ്രവസിനെ പോലുള്ള ആൾക്കാരെ കണ്ടു. ഭീഷ്മനെയും സോമദത്തിനെയും പോലുള്ള മുത്തച്ഛന്മാർ. ഭീഷ്മൻ മുത്തച്ഛനല്ലേ? അപ്പൊ ഭൂരിശ്രവസിന്റെ അച്ഛനാണ് സോമദത്തൻ. അപ്പൊ ആ പ്രായത്തിലുള്ള മുത്തച്ഛന്മാരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, നമുക്ക് തറാപ്പറ പഠിപ്പിച്ച ആൾക്കാരല്ല, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. ശല്യർ, ശകുനികളെ പോലുള്ള മാതുലന്മാർ, മാമന്മാർ. നമ്മുടെ മാമൻ, നമ്മുടെ സ്വന്തത്തിലുള്ള മാമൻ, അകന്ന മാമൻ, വളരെ അടുത്ത മാമൻ, അല്ലെ?
കല്യാണം കഴിച്ചതിലൂടെ വന്ന ചേർന്ന മാമന്മാര് എല്ലാം അതിനകത്തുണ്ട്. ദുര്യോധനകളായ സഹോദരന്മാർ, അല്ലെ, വലിയച്ഛന്റെ മക്കള്, ചെറിയച്ഛന്റെ മക്കൾ എല്ലാം അതിനകത്തുണ്ട്. അതാ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലുണ്ട്. ലക്ഷ്മണാദികളായ പുത്രന്മാർ, ലക്ഷ്മണൻ എന്ന് പറയുമ്പോ ദുര്യോധനന്റെ മകനാണ്. അപ്പൊ ദുര്യോധനന്റെ മകൻ ലക്ഷ്മണൻ. അപ്പൊ ആ പ്രായത്തിലുള്ള ഒരുപാട് സഹോദരന്മാരുണ്ടല്ലോ, അവരുടെ ഒക്കെ മക്കൾ അവിടെ വന്നിരിക്കുകയാണ്, ഓപ്പോസിറ്റ് ആയിട്ട് അടികൂടെ നിൽക്കുകയാണ്. അശ്വതാത്മാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ. അശ്വതാത്മാവ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗുരുവിന്റെ മകനാണ്, എന്നാൽ അതർവൈസ് ഫ്രണ്ട്സും കൂടെയാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, അശ്വതാത്മാവ് ഒരാൾ മാത്രമാണ്. അങ്ങനെ കുറെ സുഹൃത്തുക്കളും പണ്ടത്തെ സുഹൃത്തുക്കളും ഇപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ. കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ നമുക്ക് സ്വന്തവും അല്ല ബന്ധവും അല്ല, ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അല്ലെ. കല്യാണം വിളിക്കുമ്പോൾ സ്വന്തക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കും. ചില ആൾക്കാർ നമ്മൾ റെഗുലർ ഉറപ്പായിട്ട് വിളിക്കും. കാരണം എന്ത്? അവർ നമുക്ക് അനുകൂലമാണ് അല്ലെ. അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കല്യാണത്തിന് വിളിക്കാറില്ലേ. അങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൃതവർമാനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തന്റെ അനേകം അകന്ന സുഹൃത്തുക്കൾ ഒക്കെ ആ സൈന്യനിരകളിൽ അർജുനന് കണ്ടു. മനസ്സിലായോ? ഇവരെല്ലാം വന്ന് ആരുടെ കൂടെ ഉടക്കാൻ നിൽക്കുകയാണ്, അടികൂടാൻ നിൽക്കുകയാണ്, യുദ്ധത്തിന് നിൽക്കുകയാണ്, അർജുനനെതിരെ നിൽക്കുക. ഇവരെ കാണുമ്പോൾ വേദനിക്കോ വിഷമിക്കോ? വേദനിക്കും, വിഷമിക്കും, രണ്ടുമുണ്ട്. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇവരൊക്കെ ആരാണ്? ഇതേപോലത്തെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ നമുക്കും ഉണ്ട്. അവരെല്ലാം ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയുമാണ്. ആണല്ലയോ? അല്ലെ? പല അവസരങ്ങളിലും പണ്ടത്തെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇപ്പോ നമ്മുടെ കൂടെ ഉടക്കാനും ഇടിക്കാനൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ സംസാരിക്കാം. ആരാണ് ഭൂരിശ്രവസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഭൂരിശ്രവസിനെ കുറിച്ച് മഹാഭാരതത്തില് രാജകീയമായി പറഞ്ഞിട്ടുണ്ട്. കുരുവംശ രാജാവായ സോമദത്തന്റെ പുത്രനാണ് ഇദ്ദേഹം. സോമദത്തിനെ കുറിച്ച് തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭീഷ്മദേവനെ പോലുള്ള സോമദത്തനെ പോലുള്ള മുത്തച്ഛന്മാർ എന്ന് പറയുന്നത്. അതിലുള്ള സോമദത്തന്റെ മകനാണ് ഭൂരിശ്രവസ്. അപ്പൊ ഭൂരിശ്രവസ് സോമദത്തൻ എന്നുള്ള രാജാവിന്റെ, കുരുവംശ രാജാവിന്റെ തന്നെ പുത്രനാണ്. ഭൂരിശ്രവസിന് ഭൂരി എന്നും ശലൻ എന്നും രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടി ദ്രൗപദി സ്വയംവരത്തില് സന്നിഹിതനായിരുന്നു. മഹാഭാരതത്തിൽ എവിടെയൊക്കെ ഭൂരിശ്രവസിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് ഞാൻ ഓടിച്ച് പറയുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയും. ഭൂരിശ്രവസ് ഒരിക്കൽ പാണ്ഡവരുടെ പരാക്രമത്തെ പറ്റി ദുര്യോധനനെ വർണ്ണിച്ച് കേൾപ്പിക്കുകയും അവരുമായി സമാധാനത്തിൽ കഴിഞ്ഞുകൂടണമെന്ന് ഉപദേശിക്കുകയും നേരത്തെ ചെയ്തിരുന്നു. അത് അനുസരിച്ചോ ദുര്യോധനൻ? അനുസരിച്ചില്ല. അവസാനം ഉപദേശിച്ചെങ്കിൽ കൂടി അവസാനം ദുര്യോധനന്റെ കൂടെ തന്നെ നിന്ന് അതേ പാണ്ഡവരുടെ എതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഭൂരിശ്രവസന് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇദ്ദേഹം പിതാവിനോടും സഹോദരന്മാരോടും കൂടി യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ദുര്യോധനനെ സഹായിക്കുന്നതിന് വേണ്ടി ഭൂരിശ്രവസ് ഒരു അശ്വഹിണി പടയോടുകൂടി വന്നു ചേർന്നു. എത്ര അശ്വഹിണി പട കൗരവ പക്ഷത്തുണ്ട്? 11. പാണ്ഡവ പക്ഷത്ത് എത്ര എണ്ണം ഉണ്ട്? 7. അതില് ഒരു അശ്വഹിണി പട 11 ഒന്ന് ആര് കൊടുത്തതാണ്? ഭൂരിശ്രവസ് കൊടുത്തതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇദ്ദേഹം രഥികളുടെയും യുദ്ധരഥികളുടെയും കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ യോഗ്യനാണെന്ന് ഭീഷ്മർ അഭിപ്രായം ഉണ്ടായി. ഭീഷ്മന്റെ അഭിപ്രായത്തിൽ ഭൂരിശ്രവസ് എന്ന് പറയുമ്പോൾ രഥി, അതിരഥി എന്നിങ്ങനെ ഓരോരുത്തരുടെ ആംബിയർ അനുസരിച്ച്, രഥി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് മാത്രം യുദ്ധം ചെയ്യാൻ പറ്റുന്നത്, അതിരഥി, പിന്നെ ഇത് ബഹുരഥി, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതില് ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് ഇയാളെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഭീഷ്മദേവൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 1-ാം ദിവസം ഭൂരിശ്രവസ് ശംഖനുമായി ദ്വന്ദ്വയുദ്ധം നടന്നു. ഇദ്ദേഹം സാത്യകിയുമായി യുദ്ധം ചെയ്തു. ഇദ്ദേഹം സാത്യകിയുടെ 10 പുത്രന്മാരെ വധിച്ചു. ഭീമസേനനുമായി ഇദ്ദേഹം ദ്വന്ദ്വയുദ്ധം നടത്തി. ശിഖണ്ഡിയുമായി ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ടുണ്ട്. മണിമാനെ യുദ്ധത്തിൽ വധിച്ചു. സാത്യകിയുടെ അടിയേറ്റ് ഭൂരിശ്രവസ് നിലം പതിച്ചിട്ടുണ്ട്. അർജുനൻ ഭൂരിശ്രവസിന്റെ ദക്ഷിണഹസ്തം മുറിച്ചു കളഞ്ഞു. അതൊക്കെ ഇനി മേലാണ്, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും പറയുന്നതേ ഉള്ളൂ കേട്ടോ. അർജുനന്റെ പ്രവൃത്തിയിൽ ശുഭിതനായി തീർന്ന ഭൂരിശ്രവസ് സ്വർഗം പ്രാപിക്കുന്നതിന് വേണ്ടി നിലത്തിരുന്നു. സാത്യകി ഇദ്ദേഹത്തെ വധിച്ചു. സാത്യകിയാണ് ഇദ്ദേഹത്തിന് പിന്നെ കൊല്ലുന്നത്. മരണാനന്തരം ഭൂരിശ്രവസ് ഒരു വിശ്വദേവനായി തീർന്നു. അദ്ദേഹം ഒരു ദേവന്റെ അവതാരമായിരുന്നു. ആ ദേവനായി തന്നെ തിരിച്ചുപോയി. ഭൂരിശ്രവസിന്റെ പര്യായ പദങ്ങളായി ഭൂരിദക്ഷിണൻ, ശാലഗ്രജൻ, കൗരവൻ, കൗരവദായതൻ, കൗരവേയൻ, കൗരവ്യൻ, കൗരവ്യമുഖ്യൻ, കുരുശാരുദൻ, കുരുശ്രേഷ്ഠൻ, കുരുദ്രോഹൻ, കുരുപുങ്കവാൻ, യുപകേതനൻ, യൂപകേതു ഇത്യാദി പദങ്ങൾ മഹാഭാരതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ.
ഇപ്പൊ അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഈ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കണമെന്നില്ല, ഒരു ജനറൽ ഐഡിയ കിട്ടട്ടെ. എന്നും മറ്റേ തത്വശാസ്ത്രം മാത്രം പറയാൻ പോരല്ലോ, കുറച്ച് അല്ലെ കഥയും വേണമല്ലോ, അതുകൊണ്ടാണ്. അടുത്തത് ഭീഷ്മദേവനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അടുത്തത് സോമദത്തൻ ആരാണ് എന്നുള്ളതാണ്. സോമദത്തൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആരാണെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഭൂരിശ്രവസ് ഉണ്ടല്ലേ, ഭൂരിശ്രവസ് ഇല്ലേ, ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് സോമദത്തൻ. അദ്ദേഹത്തിന്റെ പ്രായം ഭീഷ്മദേവന് തുല്യമാണ്. ഭീഷ്മദേവന് തുല്യമാണ്. ഭീഷ്മദേവനാണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ശാസ്ത്രത്തിൽ മഹാഭാരതത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഭൂരിശ്രവസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ഷ്വാകു വംശത്തെ ഒരു രാജാവാണ് സോമദത്തൻ. അതായത് കണക്ക് പറയുകയാണെങ്കിൽ വിഷ്ണുവിൽ നിന്നും അനുക്രമമായി ബ്രഹ്മാവ്, ആ പരമ്പര പറയുകയാണ് കേട്ടോ. മരീചി, കശ്യപൻ, വിവസ്വാൻ, വൈവസ്വതമനു, ഇക്ഷ്വാകു, ദിഷ്ടൻ, നാഭകൻ, ഫലന്തരൻ, വ്യാസപ്രീതി, പാംശു, ഇങ്ങനെ സഞ്ജയൻ, സഹദേവൻ, കൃഷാശോനൻ, സോമദത്തൻ എന്നിങ്ങനെയുള്ള വലിയൊരു വംശാവലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോമദത്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ ഒരു പാഞ്ചാല രാജാവാണ്. പാഞ്ചാല എന്നുള്ള രാജ്യത്തിലെ ഒരു രാജാവാണ് സോമദത്തൻ. ഇദ്ദേഹം സഞ്ജയന്റെ പ്രാപൗത്രനും, നമ്മളെ ഇവിടെ പറയുന്ന സഞ്ജയനല്ല, ഇത് വേറൊരു സഞ്ജയനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രാപൗത്രനും സഹദേവന്റെ പൗത്രനുമായിരുന്നു. അതും പഞ്ചപാണ്ഡവരാകുന്ന സഹദേവനല്ല, വേറെ സഹദേവൻ. സോമദത്തന്റെ അച്ഛന്റെ പേർ കുശാശ്വരൻ എന്നായിരുന്നു. ഇത് വാൽമീകി രാമായണത്തിലാണ് ഈ സോമദത്തിനെ കുറിച്ചുള്ള ഇപ്പൊ പറഞ്ഞ വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സോമദത്തൻ അല്ല ഈ സോമദത്തൻ കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന സോമദത്തൻ എന്ന് പറയുമ്പോൾ കുരുവംശത്തിലെ ഒരു രാജാവാണ് സോമദത്തൻ. ഈ സോമദത്തൻ പ്രദീപ മഹാരാജാവിന്റെ പുത്രനും ബാൽഹീകന്റെ പുത്രനുമായിരുന്നു. ഇദ്ദേഹത്തിന് ഭൂരി അല്ലെങ്കിൽ ഭൂരിശ്രവസ്, ശാലൻ എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ട്. അതിലെ ഭൂരിശ്രവസിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. സോമദത്തൻ തന്റെ പുത്രന്മാരോടുകൂടി ദ്രൗപദി സ്വയംവരത്തിൽ സന്നിഹിതനായിരുന്നു. നേരത്തെ ഭൂരിശ്രവസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ. യുധിഷ്ഠിരന്റെ രാജസ്വ യജ്ഞത്തിൽ സോമദത്തനും സംബന്ധിച്ചിരുന്നു. സോമദത്തൻ ദേവകിയുടെ സ്വയംവരത്തിൽ സന്നിഹിതനായിരുന്നു. ദേവകി സ്വയംവരം എന്ന് പറയുമ്പോൾ ഏതാണെന്ന് പറയും? കംസന്റെ സഹോദരി ദേവകി കൃഷ്ണന്റെ അമ്മ ദേവകിയുടെ സ്വയംവരത്തിൽ, വാസുദേവരായിട്ടുള്ള സ്വയംവരത്തിലും ഈ സോമദത്തൻ സന്നിഹിതനായിരുന്നു. പ്രസ്തുത അവസരത്തിൽ ശിനിയും സോമദത്തനുമായി ബാഹുയുദ്ധമുണ്ടായി. അവിടെ ഒരു അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. ശിനിയോടുള്ള പരാജയം സഹിക്കാൻ നിവൃത്തിയില്ലാതെ പ്രതികാര ശക്തി ലഭിക്കുന്നതിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയും ശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ശിനി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഇദ്ദേഹം കുറച്ച് അടികൂടി സോമദത്തൻ. അപ്പൊ അതിൽ ശിനിയാണ് ജയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് പരാജയപ്പെട്ടാൻ വേണ്ടി അദ്ദേഹം മഹാദേവനെ തപസ്സിരുത്തി വരുത്തി. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സോമദത്തൻ ഇങ്ങനെ അപേക്ഷിച്ചു: ഭഗവാനെ, അങ്ങ് എനിക്ക് ശിനീപുത്രനെ രാജ്യസഭയിലിട്ട് ചവിട്ടത്തക്ക ശക്തിമാനായ ഒരു പുത്രനെ തരണം എന്ന് ആവശ്യപ്പെട്ടു. ശിവൻ അതനുസരിച്ചു. ആ വരമനുസരിച്ച് സോമദത്തിന് ജനിച്ച പുത്രനാണ് ഭൂരിശ്രവസ്. മനസ്സിലായോ? അപ്പൊ ഈ ഭൂരിശ്രവസ് അച്ഛന്റെ ഓപ്പോസിറ്റ് ആളിനെ രാജ്യസഭയിലിട്ട് ചവിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഭൂരിശ്രവസ് വളർന്നു വന്ന് ശിനീപുത്രനെ തോൽപ്പിക്കുകയും അവനെ രാജ്യസഭയിലിട്ട് ചവിട്ടുകയും ചെയ്തു എന്ന് ഒരു കഥ മഹാഭാരതത്തിൽ ദ്രോണ പർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത സോമദത്തൻ സാത്യകിയോടും ഭീമസാനനോടും യുദ്ധം ചെയ്ത് ബോധരഹിതനായി നിലംപതിച്ചു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ സാത്യകി സോമദത്തനെ വധിച്ചു. ഇതേ സാത്യകി തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനായ ഭൂരിശ്രവസിനെയും കൊന്നത്. ധൃതരാഷ്ട്രർ സോമദത്തന്റെ ശ്രാദ്ധം കഴിച്ചതായി കാണപ്പെടുന്നു. ധൃതരാഷ്ട്രർ എല്ലാവരും മരണപ്പെട്ടതിന് ശേഷം സോമദത്തിന് വേണ്ടി പിണ്ട ക്രിയകളൊക്കെ ചെയ്തത് ധൃതരാഷ്ട്രർ ആയിരുന്നു. ഗംഗാജലത്തിന്റെ ഉപരിതലത്തിൽ വ്യാസദേവൻ മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട യോദ്ധാക്കളെ എല്ലാം ആവാഹിച്ചു വരുത്തി. മഹാഭാരതമൊക്കെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ സോമദത്തനും വന്നിരുന്നു. ഇതാണ് സോമദത്തിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇനി അടുത്തത് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്നത് ദ്രോണാചാര്യർ. ദ്രോണാചാര്യനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അടുത്ത കൃപാചാര്യർ. ആരാണ് കൃപാചാര്യർ? പറയൂ, കൃപാചാര്യർ ആരാണ്? അറിയാമോ? മഹാഭാരത യുദ്ധത്തിൽ മരിക്കാത്ത 4-5 പേര് ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് കൃപാചാര്യർ. കൃപാചാര്യർ
കൃപാചാര്യനെ കുറിച്ച് മഹാഭാരതത്തില് ഒരുപാട് സ്ഥലത്ത് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് കൃപി. കൃപി ആരുടെ അമ്മയാണ്? പറയൂ. കൃപി അച്യുതാത്മാവിന്റെ അമ്മയാണ്, ദ്രോണാചാര്യരുടെ വൈഫാണ്. ഓക്കെ. കൃപി എന്ന് പറയുന്നത് ശന്തനു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കൃപി വളർന്നു വന്നു. യൗവനയുക്തയായപ്പോൾ ദ്രോണാചാര്യർ അവരെ വിവാഹം കഴിച്ചു. അവർക്ക് അശ്വതാത്മാവ് എന്നൊരു പുത്രൻ ജനിച്ചു എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൃപി എന്ന അശ്വതാത്മാവിന്റെ അമ്മയുടെ സഹോദരനാണ് കൃപാചാര്യർ. ഓക്കെ. കൃപാചാര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണുവിൽ നിന്ന് വംശാവലി ഒരുപാട് പറയുന്നുണ്ട്. വംശാവലിയിൽ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ്, അത്രി, ചന്ദ്രൻ, ബുധൻ, പൂരുശ്രവസ്, ആയുസ്, നഹൂഷൻ, യായാദി, കുരു, ജനമേജയൻ ഇങ്ങനെയുള്ള ആ ഒരു പരമ്പരയില് ഗൗതമന് ശതാനന്ദൻ എന്നും, ശതാനന്ദന് സത്യദൂതി എന്നും, സത്യദൂതിക്ക് ശാരദോജനും, ശാരദോജന് കൃപാചാര്യനും ജനിച്ചു എന്ന് പറയുന്നു. വലിയൊരു പരമ്പരയിൽ വരുന്ന കൃപാചാര്യരുടെ ജനത്തിനെ കുറിച്ച് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ശരദജൻ ഒരു മുനികുലത്തിലാണ് ജനിച്ചതെങ്കിലും ധനുർവേദത്തിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. അദ്ദേഹം വനത്തിൽ ചെന്ന് അമ്പും വില്ലും അടുക്കൽ വച്ചുകൊണ്ട് ദിവ്യ അസ്ത്ര ലബ്ധിക്ക് വേണ്ടി തപസ് അനുഷ്ഠിച്ചു. തപസ് ഉഗ്രമായി തീർന്നപ്പോൾ ദേവകൾക്ക് ഭയമായി. ശരധ്വജനെ തപോവിഘ്നം വരുത്തുന്നതിന് വേണ്ടി ഇന്ദ്രൻ ജനാപതി എന്നുള്ള ദേവതയെ ഭൂമിയിലേക്ക് അയച്ചു. ശരധ്വജൻ അതിൽ ആകർഷിക്കപ്പെടുകയും ഉടനെ മുനിക്ക് ബോധോദയം ഉണ്ടാവുകയും ചെയ്തു. അമ്പും വില്ലും കൃഷ്ണജീനവും ഉപേക്ഷിച്ച് അവിടെ വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അതിൽ നിന്നും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിച്ചു. അതിൽ ഒന്നാണ് കൃപൻ. കൃപർ കൊട്ടാരത്തിൽ ആ ഘട്ടത്തിൽ ശാന്തനു രാജാവ് ആ വനത്തിൽ അനുചരന്മാരോടുകൂടി നായാട്ടിന് വന്നിരുന്നു. അനുചരന്മാരിൽ ഒരുവൻ ഈ കുട്ടിയെ എടുത്ത് ശാന്തനു മഹാരാജാവിനെ ഏൽപ്പിച്ചു. രാജാവിന് കൃപ തോന്നി അവരെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് വളർത്തി. രാജാവിന്റെ കൃപ കൊണ്ട് വളർന്നതിനാൽ ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേരിട്ടെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ആദിപർവത്തിൽ പറയുന്നു. കൃപരുടെ ധനുർവേദ പാണ്ഡിത്യം. ശരദ്വാൻ തപോനിഷ്ഠനായി വനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒരിക്കൽ പരികൃതരായ തന്റെ ശിശുക്കൾ ശന്തനുവിന്റെ കൊട്ടാരത്തിൽ വളർന്നു വരുന്ന വിവരം ധ്യാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. അദ്ദേഹം അവിടെ ചെന്നു കുട്ടികളെ കാണുകയും അവരുടെ യഥാർത്ഥ വിവരങ്ങൾ രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു. ശരദ്വാൻ രഹസ്യമായി അവിടെ താമസിച്ച് കൃപരെ 4 വിധത്തിലുള്ള ധനുർവേദങ്ങളും നാനാതരത്തിലുള്ള അസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ചു. ക്രമേണ കൃപൻ ധനുർവേദത്തിൽ ആചാര്യനായി തീരുകയും കൗരവന്മാരും പാണ്ഡവന്മാരും യദുക്കളും വൃഷ്ണി പുങ്കവന്മാരും നാനാദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാരും കൃപാചാര്യരിൽ നിന്ന് അസ്ത്രവിദ്യകൾ പഠിച്ചതായി കാണപ്പെടുന്നു. മനസ്സിലായി? അതായത് ദ്രോണാചാര്യനെ പോലെ തന്നെ കൃപാചാര്യനും ധനുർശാസ്ത്രത്തിൽ അതിശക്തനായിരുന്നു. അദ്ദേഹത്തിന് പഠിപ്പിച്ചത് സ്വന്തം അച്ഛൻ തന്നെ വന്നാണ് പഠിപ്പിച്ചത് എന്ന് നിന്ന് മനസ്സിലാക്കാം. കുരു പാണ്ഡവരുടെ ആയുധ പരീക്ഷയിൽ കൃപർ പാണ്ഡവരുടെ ആയുധ പരീക്ഷയിൽ കൃപർ അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും അസ്ത്രവിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് ഒരു ആയുധ പരീക്ഷ നടത്തപ്പെട്ടു. ആ കഥ കേട്ടിട്ടുണ്ടല്ലോ. ശരി, അല്ലെങ്കിൽ കേട്ടോളൂ. കാണികൾ വന്നു നിറഞ്ഞു. ദ്രോണർ, കൃപർ, സോമദത്തൻ, ബൽഹീകൻ, ഭീഷ്മർ, വിതുരർ മുതലായ മഹത്തുക്കൾ ഭവിഷ്യരായി. അർജുനനും കർണനും തമ്മിലുള്ള ബല പരീക്ഷയ്ക്ക് വേണ്ടി 2 പേരും രംഗത്ത് പ്രവേശിച്ചു. കൃപർ ആ രംഗത്തിൽ പ്രവേശിച്ച് അർജുനൻ കുന്തിയുടെ ഒടുവിലത്തെ പുത്രനാണെന്നും കർണന്റെ കുലം വ്യക്തമാക്കണമെന്നും പ്രസ്താവിച്ചു. മനസ്സിലായില്ലേ? അത് അങ്ങനെ പറഞ്ഞത് കൃപനായിരുന്നു. അത് കേട്ട കർണൻ ലജ്ജാവിവശനായി നിന്നപ്പോഴാണ് ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സംഭാഷണം കൊണ്ടുവന്നത് ആരാണ്? കൃപനായിരുന്നു മനസ്സിലാക്കി. അതേപോലെ കുരു പാണ്ഡവ യുദ്ധം വരെ കൃപാചാര്യരുടെ ചെയ്തികൾ. അടുത്തത് ഇവിടെ നിന്നും കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നത് വരെ കൃപാചാര്യന്റെ പല റോളും മഹാഭാരതത്തിൽ കാണപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ച് പറയാം. യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ കൃപാചാര്യർ സന്നിഹിതനായിരുന്നു. അവിടെ വച്ച് ധനം സൂക്ഷിക്കുക, ദക്ഷിണ വിഭജിച്ചു കൊടുക്കുക എന്നീ ജോലികൾ കൃപൻ നിയന്ത്രിക്കുകയുണ്ടായി. പാണ്ഡവരുടെ അജ്ഞാനവാസ സമയത്ത് കൗരവന്മാർ അവരെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചാരന്മാരെ നിയോഗിച്ചു. ഏതെല്ലാം തരത്തിലാണ് അവരെ പറ്റി അന്വേഷിക്കേണ്ടതെന്നുള്ള വിദഗ്ധമായ ഉപദേശങ്ങൾ നൽകിയത് കൃപാചാര്യരാണ്. 2 മാസം കൊണ്ട് പാണ്ഡവ സേനയെ മുഴുവൻ നശിപ്പിക്കാൻ തനിക്ക് ശക്തിയുണ്ടെന്ന് ഒരിക്കൽ കൃപാചാര്യർ ദുര്യോധനോട് പ്രസ്താവിക്കുകയുണ്ടായി. കൃപാചാര്യർ ഭാരത യുദ്ധം 1-ാം ദിവസം ബഹൽ ശതനുമായി ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്.
ചേകിതാനനുമായുള്ള യുദ്ധത്തിൽ കൃപാൻ മോഹാലസ്യപ്പെട്ടു നിലംപതിച്ചു. സാത്യകിയെ മുറിവേൽപ്പിച്ചു. സഹദേവനും കൃപാചാര്യരുമായി ദ്വന്ദ്വയുദ്ധം നടന്നു. കൃപർ അർജുനനോടും ഭീമനോടും യുദ്ധം ചെയ്തു. ദൃഷ്ടകേതുവുമായി യുദ്ധം നടന്നു. ആരാണ് ദൃഷ്ടകേതു? പറയാം. വാർദ്ധക്ഷേമിയുമായി യുദ്ധം ചെയ്തു. യുദ്ധരംഗത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക വിധം കൃപാചാര്യരുടെ പതാക വായുവിൽ പാറിക്കളിച്ചുകൊണ്ടേയിരുന്നു. കൃപർ അഭിമന്യുവിന്റെ പാർശ്വരന്മാരെ വധിച്ചു. അർജുനനുമായി വീണ്ടും നടന്ന യുദ്ധത്തിൽ കൃപർ മൂർച്ഛിച്ചു നിലംപതിച്ചു. യുദ്ധത്തിനിടയിൽ കർണനെ പരിഹസിച്ചു. ദുര്യോധനൻ അർജുനന്റെ നേർക്ക് അണയുന്നത് തടയണമെന്ന് കൃപാചാര്യർ അശ്വത്ഥമാവിനെ ഉപദേശിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ കൃപർ ശിഖണ്ഡിയെ പരാജയപ്പെടുത്തി. ദ്രോണർ മരിച്ചു വീണപ്പോൾ കൃപർ യുദ്ധരംഗത്ത് നിന്നും ഓടി. സാത്യകി കൃപരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അദ്ദേഹം ചിത്രകേതുവിന്റെ പുത്രനായ സുകേതുവിനെ വധിച്ചു. ദ്യുയുദ്ധാമന്യുവിനെ തോൽപ്പിച്ചു. കൃപർ കളിന്ദ രാജകുമാരനെ വധിച്ചു. പാണ്ഡവരുമായി സന്ധി ചെയ്യണമെന്ന് കർണനെ ഉപദേശിച്ചു. യുദ്ധരംഗത്തു നിന്നും ഓടി ദ്യോപായന സരസിലേക്ക് പോയി. യുധിഷ്ഠിരൻ ഏകദേശം യുദ്ധം അവസാനിക്കാറായപ്പോ നൈസ കുറെ എണ്ണം ഓടി. അതിൽ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, യുധിഷ്ഠിരൻ സേനാസമേതനായി ദ്വൈപയാന സരസിൽ ചെല്ലുകയും കൃപർ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ദുര്യോധനന്റെ നിർദ്ദേശമനുസരിച്ച് കൃപർ അശ്വത്ഥമാവിനെ സേനാധിപതിയാക്കി. അശ്വത്ഥമാവിന്റെ കൂടെ കൃപർ രാത്രിയിൽ യുദ്ധം ചെയ്തു. ഇദ്ദേഹം പാണ്ഡവരുടെ കുടീരത്തിൽ നിന്നും ഓടിപ്പോയ യോദ്ധാക്കളെ വധിച്ചു. പാണ്ഡവരുടെ പാളയത്തിന് ഇദ്ദേഹം തീ കൊളുത്തി. ഏറ്റവും അവസാനം അശ്വത്ഥമാവും കൂടെ ചേർന്നിരുന്ന കുറച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്തു. അതാണ് കൂടെ പറയുന്നത്. ദുര്യോധനന്റെ ദയനീയമായ സ്ഥിതി കണ്ട് കൃപർ കരഞ്ഞു. കൗരവ പാണ്ഡവന്മാർ നശിക്കുമെന്ന് ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും അറിയിച്ച ശേഷം കൃപർ ഹസ്തിനാപുരത്തിലേക്ക് പോയി. കൗരവ പാണ്ഡവന്മാർ നശിക്കുമെന്ന് ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും അറിയിച്ചതിന് ശേഷം കൃപർ ഹസ്തിനാപുരത്തിലേക്ക് പോയി. കൃപരുടെ അന്ത്യം ഉണ്ടോ? കൃപർ മരിക്കില്ല. അദ്ദേഹം ഇതാണ്, ചിരഞ്ജീവിയാണ് കേട്ടോ. കൗരവ പാണ്ഡവ യുദ്ധം അവസാനിച്ചു. ദുര്യോധനാദികൾ കൊല്ലപ്പെട്ടു. ധൃതരാഷ്ട്രർ ഗാന്ധാരിയുമൊത്ത് വനത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കൃപാചാര്യർ അവരെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ധൃതരാഷ്ട്രർ അതിന് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് യുധിഷ്ഠിരൻ കൃപരെ തന്റെ കൂടെ പാർപ്പിച്ചതായി മഹാഭാരതത്തിൽ ആശ്രമവാസി പർവ്വത്തിൽ കാണപ്പെടുന്നു. പാണ്ഡവന്മാർ മഹാപ്രസ്ഥം ആരംഭിക്കുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ കൃപാചാര്യരെ അർജുനന്റെ പുത്രപുത്രനായ പരീക്ഷിത്തിന്റെ ഗുരുവാക്കി. കൃപാചാര്യർ ആ സ്ഥിതിയിൽ കൊട്ടാരത്തിൽ വസിക്കുമ്പോഴാണ് പാണ്ഡവന്മാർ പ്രസ്ഥാനം ആരംഭിച്ചത്. അവിവാഹിതനായ കൃപൻ ചിരഞ്ജീവിയാണ്. ആചാര്യസത്തമൻ, ഭാരതാചാര്യൻ, ബ്രഹ്മർഷി, ശരദോദപുത്രൻ, ഗൗതമൻ, കൃപൻ എന്നിങ്ങനെയുള്ള നാമങ്ങളിൽ കൃപാചാര്യർ മഹാഭാരതത്തിൽ അറിയപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ കൃപാചാര്യനെ കുറിച്ച്. ഭഗവത്ഗീത അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പ്യൂർലി ഫിലോസഫിയാണ് ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ ഈ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു മനസ്സിലാക്കുക. ഇതുപോലത്തെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇപ്പോഴും ഉണ്ട് നമ്മൾ ചുറ്റുവട്ടത്ത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇത് ഇന്നാരാണ്, പഴയ ഇന്നാരാണ് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. ഒരു എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഒരു പണ്ഡിതനുമായിട്ട് സംസാരിച്ചു. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലേ, എല്ലാവരും ഒരേപോലെ കാണും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എല്ലാ മനുഷ്യരും ഒരുപോലെ ആണോ എന്ന പണ്ഡിതൻ തിരിച്ച് ആ മനുഷ്യനോട് ചോദിച്ചു. അതെ, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തത്വശാസ്ത്രം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ തൊട്ടിട്ട് നോക്കൂ, എല്ലാവരും ഒരുപോലെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വന്ന് ഈ പണ്ഡിതനൊന്ന് തൊട്ടിട്ട് നോക്കിയപ്പോ എല്ലാ മനുഷ്യരൂപത്തിലായിരുന്നു നേരത്തെ. ഇപ്പോ അവിടെ നോക്കിയപ്പോ ഈ ദിവ്യനായ മനുഷ്യനെ തൊട്ടിട്ട് നോക്കിയപ്പോ അതിനകത്ത് കാണപ്പെടുന്നത് പാമ്പ്, തേള്, പുലി, സിംഹം, എല്ലാ ദുഷ്ടജീവികളും അവിടെ കാണപ്പെട്ടു. അവരെല്ലാം ഏത് രൂപമാണ് ധരിച്ചിരിക്കുന്നത്? മനുഷ്യരൂപമാണ് ധരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ എല്ലാവർക്കും നിയമം ഒന്നല്ല, ആണോ? അല്ല, എല്ലാവർക്കും ഒരേപോലത്തെ ശിക്ഷയും വിധിക്കാൻ പാടില്ല എന്നാണ്. അറിഞ്ഞു ചെയ്ത പാപത്തിന് ശിക്ഷ വേറെ,
അറിയാതെ ചെയ്ത പാപത്തിന് ശിക്ഷ വേറെ. ആക്സിഡന്റൽ ഡെത്തിന് ഇപ്പോഴും ശിക്ഷ വേറെയാണ്. ബോധത്തോടെ ഒരാളെ കൊന്നാൽ ശിക്ഷ വേറെയാണ്. അത് അത് പിന്നെ ഇത് ഇന്റൻഷനോടുകൂടി പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയാൽ അതിന് ശിക്ഷ വേറെയാണ്. അപ്പൊ വ്യത്യാസം, എല്ലാത്തിനും ഒരേ നിയമം അല്ല. അതാ. അപ്പൊ അതേപോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വേറെ കുറച്ച് ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ ഓരോ ക്യാരക്ടറിനെ കുറിച്ചാണ്. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇന്നും നമ്മുടെ കൺമുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ശാസ്ത്രം പഠിച്ചു വെച്ചാൽ ഇത് ഇന്നാരാണ് നമ്മൾ പറയാറില്ലേ, അയാൾ മഹാശകുനിയാണെന്ന് പറയാറില്ലേ. അതിനർത്ഥം എന്താ? പണ്ടത്തെ ശകുനി ഇപ്പോഴും ഉണ്ട്, പണ്ടത്തെ അതേ ശകുനിയുടെ സ്വഭാവമാണ് ഇയാൾക്ക് ഉള്ളതെന്നല്ലേ പറഞ്ഞതിനർത്ഥം, അല്ലേ? അപ്പൊ ക്യാരക്ടറൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഏത് ടൈപ്പാണ്. ഓക്കെ, ഹരിശ്ചന്ദ്ര, അയാൾ വലിയ ഹരിശ്ചന്ദ്രനാണ്. എന്താണ് അതിനർത്ഥം? എന്താ? സത്യസന്ധനാണ്, അല്ലേ? അപ്പൊ ആ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവരെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ എളുപ്പമാണ്. നമുക്ക് ഒരിക്കൽ ചന്ദ്രനിൽ ഒരാൾ കാലുകുത്തി എന്ന് വെച്ചോ, പിന്നെയുള്ള ആളിന് സ്പീഡ് കൂടും. ഒരാൾ എവറസ്റ്റിൽ കാലുകുത്തി കഴിഞ്ഞാൽ രണ്ടാമത് പോകുന്ന ആളിന് കുറച്ചുകൂടി സ്പീഡ് കൂടും, ആണല്ലയോ? ആദ്യം ഓടി ഒരു ഇത്ര മിനിറ്റിനകത്ത് ഓടിയെത്തി, രണ്ടാമത്തെ ആള് അതിനും താഴെ ഓടും. കാരണം എന്താ? അയാളുടെ ഫ്രണ്ടിൽ ഇത് സംഭവ്യമാണ് എന്ന് കാണിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പം അതുവരെ സംഭവമാണോ അല്ലെന്ന് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. സംഭവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും എന്നതുപോലെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിത്വത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായാൽ റോൾ മോഡലാണ്. അപ്പൊ അതേപോലത്തെ റോൾ മോഡലാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് ക്യാരക്ടേഴ്സിനെ പഠിക്കണമെന്ന് പറയുന്നത്. അടുത്തത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട ആൾക്കാരെ കുറിച്ച് ഭാഗവത്തിൽ പറയുന്നു. ഇവരെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം, ഫോളോ ചെയ്യേണ്ടതല്ല. എന്നാൽ ഫോളോ ചെയ്യേണ്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. എന്താണത്? മഹാജനോ യേന ഗൃഹസ്ഥ പാന്ത, മഹാജനങ്ങൾ പോയ വഴിയെ നമുക്ക് പോകാം. ശ്രീമദ് ഭാഗവതത്തില് 12 മഹാജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരാളാണ് ഭീഷ്മദേവൻ. ഈ പറയുന്ന ഇന്നത്തെ ഡിസ്കഷനിൽ ഉള്ള ഒരു ഭീഷ്മൻ ഫോളോ ചെയ്യേണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യേണ്ട വ്യക്തിത്വങ്ങളല്ല, പക്ഷെ അവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, അത്ര. അടുത്തത് ശല്യർ, പിന്നെയാണ് ശകുനി വരുന്നത്, അല്ലെ? ശല്യ, ശകുനി. അപ്പൊ ശല്യരെ കുറിച്ച് നമുക്ക് നോക്കാം. ശല്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശല്യരെ കുറിച്ച് മഹാഭാരതത്തിൽ അത്യാവശ്യം നന്നായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ശല്യരെ കുറിച്ച് പറയതായി കാണപ്പെടും. അതായത് ശല്യർ എന്ന് പറയുമ്പോൾ ദുര്യോധനാദികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ് ശല്യർ. യഥാർത്ഥത്തിൽ അദ്ദേഹം മാതൃദേശത്തിന്റെ അഥവാ ബാൽഹീക ദേശത്തിന്റെ അധിപതിയായിരുന്നു. പാണ്ഡുവിന്റെ ഭാര്യയായ മാദ്രി, അറിയാലോ, ഒന്ന് കുന്തിദേവി, രണ്ടാമത് മാദ്രി. മാദ്രി ശല്യരുടെ സഹോദരിയാണ്. ഓക്കെ, പക്ഷെ സ്വാഭാവികമായിട്ടും ആരുടെ കൂടെയാണ് നിൽക്കേണ്ടിയിരുന്നത്? പക്ഷെ ഇദ്ദേഹം ഒരു യുദ്ധത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പാണ്ഡവർ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നപ്പോ വഴിയിൽ നല്ല ദൂരെ നിന്നല്ലേ വരുന്നത്, വലിയ അശ്വൻ പടയാളിക്കൊക്കെയാണ് പറഞ്ഞത്. വന്നുകൊണ്ടിരുന്ന് ദാഹജലം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അപ്പൊ അവിടെ നല്ല ഒരു റിസപ്ഷൻ ആര് കൊടുത്തു? ആര് കൊടുത്തെന്ന് അറിഞ്ഞൂടാതെ കുറെ റിസപ്ഷൻ കിട്ടി. അപ്പൊ അവരുടെ സൽക്കാരം കണ്ട് ഇദ്ദേഹം ഭയങ്കര സന്തുഷ്ടനായി. അപ്പൊ അവിടെ വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ഈ പരിചരണത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ കട്ടയ്ക്ക് നിൽക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആരായിരുന്നു ഇവരെല്ലാം പാണ്ഡവ പക്ഷം എന്നാണ് വിചാരിച്ചത്. നോക്കി വന്നപ്പോ അതാരാണ്? അത് കൗരവ പക്ഷമാണ്. പക്ഷെ വാക്ക് കൊടുത്തുപോയി, നിങ്ങളുടെ കൂടെ ഞാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു പറഞ്ഞു പോയി. ഇനി ഞാൻ വാക്ക് മാറൂല. ചില ആൾക്കാർ അങ്ങനെയാണ്. പണ്ടത്തെ ആൾക്കാർ പ്രത്യേകിച്ച്, ഇനി ഞാൻ വാക്ക് മാറുന്നു, ഞാൻ വാക്ക് തന്നുപോയി എന്ന് പറഞ്ഞു. ഇതേപോലെ വാക്ക് തന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. ആരാന്ന് പറയാമോ? ദ്രൗപദി സ്വയംവരം കഴിഞ്ഞ് വെളിയിൽ അമ്മ അകത്തുണ്ട്, കുന്തിദേവി അകത്തുണ്ട്, അല്ലെ? കുന്തിദേവി അകത്താണ്. അപ്പൊ വെളിയിൽ വന്ന് പാണ്ഡവന്മാര് പറയും, അമ്മേ കണ്ടോ ഇന്നത്തെ ഭിക്ഷ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഭിക്ഷ എന്ത് തന്നെ ആയാലും എല്ലാവരും കൂടെ 5 പേരും കൂടെ ഡിവൈഡ് ചെയ്തെടുത്തോളാം പറഞ്ഞു പോയി വാക്ക്. നമ്മളാണെങ്കിൽ എപ്പോഴേ മാറ്റിയാൻ, അല്ലെ? പക്ഷെ അന്നത്തെ കാലത്തുള്ള ആൾക്കാര് വാക്ക് മാറത്തില്ല. ഇതേപോലെ ആയിരുന്നു ശല്യര്. ശല്യര് പറഞ്ഞു, അയ്യോ ഞാൻ വാക്ക് കൊടുത്തു പോയി, നിങ്ങൾ എനിക്ക് നല്ല രീതിയിൽ സ്വീകരണം തന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കി വന്നപ്പോ അത് കൗരവപക്ഷത്തായിരുന്നു. ഇതാണ് ചതി, അല്ലെ? ചതിച്ചതാണ് കാലത്തില്. എന്തായാലും അങ്ങനെ ശല്യർ ആരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്? കൗരവ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, എങ്കിലും ശല്യർ കൗരവ പക്ഷത്ത് നിൽക്കുകയും കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൽ വെച്ച് മരിക്കുകയും ചെയ്തു. മഹാഭാരത കഥയിൽ ശല്യരുടെ വഹിച്ച പങ്ക് ഒരുപാട് വലുതാണ്. അത് നമുക്ക് നോക്കാം.
ശല്യർ ഭീഷ്മരുടെ നിർദ്ദേശാനുസരണം മാതൃയെ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ശല്യർ തന്റെ പുത്രന്മാരായ രുക്മദൻ എന്നിവരോടൊന്നിച്ച് ദ്രൗപദി സ്വയംവരത്തിൽ സന്നിഹിതനായിരുന്നു. ദ്രൗപദി സ്വയംവരത്തിൽ ശല്യർ വില്ലുവലിയിൽ പരാജയപ്പെട്ട് പിന്മാറി. അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്തിരുന്നു കേട്ടോ, പക്ഷെ വില്ല് വലിച്ചു കെട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദ്രൗപദി സ്വയംവരത്തിൽ വച്ച് ഭീമസേനൻ ശല്യരെ പരാജയപ്പെടുത്തി. അവിടെ ഒരു അടി നടന്നല്ലോ. അപ്പൊ അങ്ങനെ ഭീമസേനൻ ശല്യരെ പരാജയപ്പെടുത്തി. നകുലൻ പശ്ചിമ ദിഗ്വിജയം ചെയ്ത സമയത്ത് അമ്മാവനായ ശല്യരെ സ്നേഹപൂർവ്വം വശത്താക്കി സൽക്കരിക്കുകയുണ്ടായി. ശല്യർ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു. ശിശുപാലൻ ഒരിക്കൽ ശല്യർ ശ്രീകൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അറിയാലോ, ശിശുപാലനെ ആരാണ് കൊന്നത്? കൃഷ്ണനാണ് കൊന്നത്. അപ്പൊ കള്ളന്മാര് തമ്മിൽ ഒരു ഒരു ബന്ധം. അതെ, ഇദ്ദേഹം യുധിഷ്ഠിരന്റെ രാജ അഭിഷേക സമയത്ത് യുധിഷ്ഠിരന് നല്ല ഒരു വാളും ഒരു സുവർണ കലശവും പ്രദാനം ചെയ്യുകയുണ്ടായി. ഹസ്തിനാപുരത്തിൽ ധർമ്മപുത്രർ ചൂതിന് വന്ന സമയത്ത് ശല്യർ കാലേ കൂട്ടി അവിടെ വന്നിരിക്കുന്നതായി കണ്ടു. ഭാരത യുദ്ധത്തിന് മുമ്പ് ശല്യർ പാണ്ഡവരെ സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പാണ്ഡവർക്ക് ജയം കിട്ടത്തക്ക വണ്ണം ശല്യർ കർണന്റെ സാരഥിയായി ഇരുന്ന് അയാളെ നിസ്തേജനാക്കി കൊള്ളാമെന്ന് സമ്മതിച്ചു. ചതി മനസ്സിലായ? അപ്പൊ ആരുടെ പക്ഷത്താണ്? കൗരവപക്ഷത്താണ്. പക്ഷെ കർണന് വലിയൊരു ആഗ്രഹമാണ്. എന്താണ്? കർണൻ അറിയപ്പെടുന്നത് ആരുടെ പുത്രൻ എന്നാണ്? സൂതപുത്രൻ, തേരാളിയുടെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ കർണന് വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഏതെങ്കിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്റെ തേര് തളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആരാണ് അവസാനം സ്വീകരിച്ചത്? ശല്യരാണ് ചെയ്തത്. പക്ഷെ ഈ ശല്യർ വെറുതെ ഇരുന്നില്ല. ശല്യന് അറിയാം കർണനെ ശക്തിയുള്ള ആംബിയറുള്ള വ്യക്തിയാണ്. ആരെ കൊന്നുകളയുന്നത്? പാണ്ഡവരെ കൊല്ലാനുള്ള ആംബിയർ കർണനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് കൂടെ നിന്ന് കുത്തുവാക്ക് പറഞ്ഞ് കർണനെ മാനസികമായിട്ട് തകർക്കാനുള്ള ജോലി ആരേറ്റെടുത്തു? അത് രഹസ്യമായിട്ട് അങ്ങനെ ഒരു ചതി ചെയ്യാന്ന് അദ്ദേഹം പാണ്ഡവരോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ. അപ്പൊ ഓക്കെ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശല്യർ ഒരു അശ്വനി പടയോടുകൂടിയാണ് കൗരവരോടൊപ്പം ചേർന്നത്. നേരത്തെ ഒരു അശ്വനി പണി ഭൂരിശ്രവത്ത് കൊടുത്തു. ഈ ഒരു അശ്വനി പണി ശല്യരാണ് കൊടുത്തത്. പക്ഷെ ഈ അശ്വനി ആരുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു? പാണ്ഡവർക്ക് കിട്ടേണ്ടതായിരുന്നു. അവർ അമ്മാവനാണ്, സ്വന്തം അമ്മാവനാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. പോട്ടെ. യുധിഷ്ഠിരൻ വിജയിയാകുന്നതിന് ശല്യർ ആശംസകൾ നേർന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. യുദ്ധമൊക്കെ ആണ് എന്നാൽ മറിച്ച് സൈഡിലൂടെ അനുഗ്രഹമൊക്കെ കൊടുക്കാറുണ്ട്. ഭാരത യുദ്ധത്തിന്റെ 1-ാം ദിവസം ശല്യരും യുധിഷ്ഠിരനുമായി ദ്വന്ദ്വ യുദ്ധം നടന്നു. വിരാട രാജകുമാരനുമായ ഉത്തരനെ ശല്യർ വധിച്ചു. ശല്യർ വിരാട രാജകുമാരനായ ശംഖനെയും പരാജയപ്പെടുത്തി. ശല്യരും ദൃഷ്ടദ്യുമ്നും തമ്മിൽ ദ്വന്ദ്വ യുദ്ധമുണ്ടായി. ഭീമസേനൻ ശല്യരെ പരാജയപ്പെടുത്തി. യുധിഷ്ഠിരനും ശല്യരും തമ്മിൽ വീണ്ടും യുദ്ധം നടന്നു. നകുലനും സഹദേവനും ശല്യരെ ആക്രമിച്ചു. സഹദേവൻ ശല്യരെ പരാജയപ്പെടുത്തി. സഹദേവൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് മനസ്സിലായ? ആരാണ്? ശേഷകാരനാണ്. സഹോദരിയുടെ പുത്രനാണ് നകുലനും. അതെ. ശല്യർ ശിഖണ്ഡിയെ ആക്രമിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശല്യർ പാണ്ഡവരെ ഒന്നിച്ചാക്രമിക്കുകയുണ്ടായി. ഭീമസേനനും അർജുനനും ശല്യരോട് യുദ്ധം ചെയ്തു. ശല്യരും യുധിഷ്ഠിരനും തമ്മിൽ 3-ാമതും ദ്വന്ദ്വ യുദ്ധം നടന്നു. നകുലനോട് കൂടി ശല്യർ യുദ്ധം ചെയ്തു. അഭിമന്യുവും ശല്യരും തമ്മിൽ യുദ്ധമുണ്ടായി. അതിനുശേഷം ഭീമസേനനുമായി നടന്ന ഗദായുദ്ധത്തിൽ ശല്യർ തോറ്റു. യുധിഷ്ഠിരനുമായി വീണ്ടും ശല്യർ യുദ്ധം ചെയ്തു. അതിനുശേഷം അഭിമന്യുവുമായി നടന്ന യുദ്ധത്തിൽ ശല്യർ ബോധരഹിതനായി നിലം പതിച്ചു. അഭിമന്യു വീണ്ടും ശല്യരെ പരാജയപ്പെടുത്തി. യുധിഷ്ഠിരനുമായി 5-ാമതും യുദ്ധമുണ്ടായി. അനന്തരം ശല്യർ ജയദ്രഥന്റെ സംരക്ഷകനായി നിന്നുകൊണ്ട് അർജുനനോട് ഏറ്റുമുട്ടി. ഇദ്ദേഹം വിരാടന്റെ സഹോദരനായ സദാനീകനെ വധിച്ചു. ദ്രോണാചാര്യർ വധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശല്യർ യുദ്ധകളത്തിൽ നിന്ന് ഓടി. സുധകീർത്തി ശല്യരെ ആക്രമിച്ചു. കർണന്റെ സാരഥിയാകാൻ ദുര്യോധനൻ ശല്യരെ നിർബന്ധിച്ചു. കണ്ട, അത് കേട്ട് ആദ്യം ശല്യർ കോപിച്ചു. ഞാൻ ഇത്രയും വലിയ രാജാവാണ്, ഞാൻ തേരാളിയാവണോ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ കുറെ റോള് കാണിച്ചു. പിന്നെ സമ്മതിച്ചു. ഒടുവിൽ കർണന്റെ സാരഥിത്വം ഏറ്റെടുത്തു. സാരഥിയായി ഇരുന്നു കൊണ്ട് ശല്യർ കർണനെ ആക്ഷേപിക്കുകയും അർജുനനെ പ്രശംസിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കണം. ദേഷ്യം വരൂലേ? തൊട്ടടുത്തുള്ള ആളിങ്ങനെ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടൂല. മനസ്സിലായോ? തൊട്ടടുത്ത് നിൽക്കുന്ന തേരാളി ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടൂല. അതാണ് അവരുടെ തന്ത്രം. കർണൻ ശല്യരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇനി നേരത്തെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആദ്യം നിന്നെ കൊല്ലുന്ന ആര് പറഞ്ഞു? കർണൻ. ആ പേടിയോ? ശല്യർ കാക്കയുടെയും അരയന്നത്തിന്റെയും കഥകൾ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് കർണനെ ആക്ഷേപിച്ചു. കാക്കയാണ് നീ, അർജുനൻ അരയന്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ആക്ഷേപിച്ചു.
ഭീമസേനൻ കർണന്റെ ഭീമസേനൻ കർണന്റെ നാക്ക് മുറിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ശല്യർ അർജുനന്റെ പ്രതിജ്ഞ ഓർമ്മിപ്പിക്കുകയും ഭീമനെ അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്തു. കർണൻ നകുല സഹോദരന്മാരുടെയും യുധിഷ്ഠിരനെയും വധിക്കുവാൻ തുടങ്ങിയപ്പോൾ ശല്യർ കർണനെ തടഞ്ഞു. ഭീമസേനന്റെ പരാക്രമം കണ്ട് ഭയവിഹ്വലനായി തീർന്ന കർണനെ ശല്യർ സമാധാനിപ്പിച്ചു. കർണൻ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദുഃഖിതനായി തീർന്ന ദുര്യോധനനെ സമാശ്വസിപ്പിച്ചു. ദുര്യോധനന്റെ ആഗ്രഹമനുസരിച്ച് ശല്യർ സേനാധിപതിയായി. ഭീമസേനനും ധർമ്മപുത്രനുമായി ശല്യർ ഭയങ്കര യുദ്ധം നടത്തി. ധർമ്മപുത്രർ ശല്യരെ തോൽപ്പിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശല്യർ യുധിഷ്ഠിരന്റെ ശരമേറ്റ് മൃതിയടഞ്ഞു. വ്യാസൻ യുദ്ധത്തിൽ മൃതിയടഞ്ഞവരുടെ ആത്മാക്കളെ ഗംഗ നദിയുടെ ഉപരിതലത്തിൽ ആവാഹിച്ചു വരുത്തിയവരുടെ കൂട്ടത്തിൽ ശല്യരും ഉണ്ടായിരുന്നു. അതായത് ഇനി അടുത്തത് ശല്യർ ആരാണെന്ന് പൂർവ്വജന്മം പറയാം. ഹിരണ്യകശിപുവിന്റെ പുത്രനും പ്രഹ്ലാദന്റെ അനുജനുമായ സംഹ്ലാദൻ ശല്യരുടെ മറ്റൊരു ജന്മമായി. ഇവിടെ ഉള്ള എല്ലാവരും സാധാരണക്കാരല്ല കേട്ടോ. അപ്പൊ ഹിരണ്യകശിപുവിന്റെ പുത്രനും പ്രഹ്ലാദന്റെ അനുജനുമായിരുന്ന സംഹ്ലാദൻ ശല്യരുടെ മറ്റൊരു ജന്മമായിരുന്നു. മഹാഭാരതത്തിൽ ശല്യരുടെ പര്യായങ്ങളായി ആർത്തയാനി, ബൽഹീക പുങ്കവൻ, മാദ്രാധിപൻ, മദ്രജൻ, മദ്രാജനാധിപൻ, മദ്രകൻ, മദ്രാകാദമൻ, മദ്രകേശ്വരൻ, മദ്രവൻ, മദ്രാരഡ്, സൗവീരൻ ആദിയായ പര്യങ്ങൾ മഹാഭാരതത്തിൽ ഉപയോഗിച്ചതായി കാണപ്പെടുന്നു. ഇത്രയും ശല്യരെ ബോറടിക്കുന്ന ഇല്ലേ? ബോറടിക്കുന്നില്ല, ഒന്ന് പെരുങ്ങുന്നുണ്ട്. എത്ര മണിയായി? സമയമായി. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ശകുനിയെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും അശ്വതാത്മാവിനെ കുറിച്ചും കൃതവർമ്മനെ കുറിച്ചും നമ്മൾ അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം നമ്മൾ സംസാരിക്കും കേട്ടോ. അതെ അതെ ഉണ്ട്. കല്യാണം കഴിച്ചാണല്ലോ. അതായത് എത്ര മോശപ്പെട്ട കുലത്തിൽ നിന്നും യോഗ്യവതിയായ പെണ്ണിനെ ഉന്നത കുലജാതനായ പുരുഷന്മാർ കല്യാണം കഴിക്കാമെന്ന് വിധിയുണ്ട്. പിന്നെ ദുര്യോധനൻ ഒരു സൈഡില് മോശമാണെങ്കിലും മറു സൈഡിൽ നല്ല അച്ഛനൊക്കെയാണ്, നല്ല ഭർത്താവാണ്, നല്ല സുഹൃത്താണ്, നല്ല നല്ല ഫാമിലി, നല്ല നല്ല ഫാമിലിയാണ്, കുരുവംശത്തിൽ പിറന്നവനാണ്, ഒരു രാജാവിന്റെ പുത്രനാണ്, ഒരുപാട് ഗുണം എല്ലാവർക്കും രണ്ടുമുണ്ട്. ബലരാമന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ്. അതെ അതെ, ആ ബന്ധം കൊണ്ട് തന്നെ. അപ്പൊ ദുര്യോധനന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നല്ല ധീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്, ഒരുപാട് ബുദ്ധിമാനും രാഷ്ട്രതന്ത്രജ്ഞനും ഒക്കെയാണ്. ഒരുപാട് ഗുണങ്ങൾ ദുര്യോധനന് ഉണ്ട് തന്നെ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എത്ര വലിയ ഗുണം ഉണ്ടെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ ഒന്നും ഗുണപ്പെടില്ല എന്നുകൂടെ മനസ്സിലാക്കണം. ഭഗവാന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നാൽ ഒരു ഗുണവും ആർക്കും ഉപകാരപ്പെടില്ല എന്നാണ് ഭീഷ്മദേവന്റെ കഥ നമ്മളെ കാണിക്കുന്നത്. ഭീഷ്മദേവന്റെ കഥ എന്താണ് കാണിച്ചിരുന്നത്? ഭീഷ്മൻ എല്ലാ അർത്ഥത്തിലും 100-ന് 100 മാർക്കാണ്. പക്ഷെ ഭീഷ്മൻ ആരുടെ ഓപ്പോസിറ്റ് ആണ്? പോയി അതുകൊണ്ട് വിജയം ആരുടെ ഭാഗത്തായിരിക്കും? ഭഗവാന്റെ ഭാഗത്ത്. എന്തായാലും കൃഷ്ണന്റെ ഓപ്പോസിറ്റ് ടീമിന് വിജയമേ ഇല്ല, അത് സംശയമേ വേണ്ട. ഇനി ആ വശത്തിന് ഇത്രയും വലിയ ദ്രോണനോ ഇത്രയും വലിയ ഭീഷ്മനോ നിന്നാൽ കൂടി കൃഷ്ണന്റെ ഓപ്പോസിറ്റ് ആണോ? പരാജയം സുനിശ്ചിതം എന്നുള്ള തത്വമാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മനെയും ദ്രോണനെയും കൃഷ്ണന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിയാൽ കൃഷ്ണൻ ആയുധം പോലും എടുക്കേണ്ടതില്ല. ഇത്രയും വില്ലാള് വീരന്മാരെ അപ്പസൈഡിൽ നിന്നാൽ തോൽവി ഉറപ്പാണെന്നാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് കാണിച്ചത്. അതുകൊണ്ട് ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണീനം. നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തണം. ബാക്കി എന്ത് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ആ ഗുണം കൊണ്ട് നമുക്കും രാജ്യത്തിനും ഗുണമില്ല. എന്നാൽ ഒരു ഗുണവും നമ്മുടെ കയ്യിലില്ല എന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം പരിപൂർണം എന്നാണ് ഭഗവത്ഗീത ഭാഗം പഠിക്കുന്നത്. എന്തോ കമന്റ്സ് പറഞ്ഞല്ലോ. രാഷ്ട്രീയം പറയണ്ട അല്ലെ? അതെ, ഭഗവാനെ മുൻനിർത്തി തന്നെ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം. അതിനാണ് നമ്മുടെ ജീവിതം. ഭഗവാൻ നമുക്ക് ഈ ശരീരം തന്നിരിക്കും. അവരെല്ലാം പേഴ്സണൽ ലൈഫിൽ അതെല്ലാം ചെയ്യും കേട്ടോ. മനസ്സിലാക്കുക, നമ്മൾ രാഷ്ട്രീയക്കാരായിട്ടിരിക്കുന്ന പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫ് നിങ്ങളൊന്ന് നോക്കുക. അവരുടെ വീട്ടിൽ വച്ചിരിക്കുന്ന ചുമർ ചിത്രങ്ങൾ നോക്കുക, നിങ്ങൾ അത്ഭുതപ്പെടും. ചുമർ ചിത്രങ്ങൾ, അവരുടെ വീട്ടിൽ പോയി അവരുടെ ചുമർ ചിത്രങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. EMS നമ്പൂതിരിപ്പാടിന്റെ വൈഫ് നല്ല സൂപ്പർ കൃഷ്ണഭക്തയായിരുന്നു, ആണല്ലോ.
അടുത്തത് അടുത്തത് കേട്ടോളൂ. കമ്മ്യൂണിസ്റ്റ് ഭഗവാൻ ഇല്ല എന്ന് പറയുമ്പോഴും അവരുടെ പേഴ്സണൽ ലൈഫിൽ അവര് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ EK നായനാരിന്റെ ഭാര്യ പക്ക കൃഷ്ണഭക്തയാണ്. ആണോ അല്ലയോ? ആണ്. ഒരു ദിവസം നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബ ഫോട്ടോ കാണിച്ചു. ആരുടെ? അല്ല, ഇപ്പൊ മരണപ്പെട്ട അല്ലല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടില് എല്ലാരും കൂടി നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു. ബാക്കിൽ വെങ്കടാചലപതിയുടെ ഫോട്ടോ ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരിതെല്ലാം പേഴ്സണലി ചെയ്യുന്നുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് തന്നെ അവര് ഓപ്പൺ ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഓ, പിന്നെ ഇത് കരുണാകരനെ കുറിച്ച് പറയണ്ട. കരുണാകരൻ ഡിക്ലെയർഡ് കൃഷ്ണഭക്തനാണ് അല്ലെ. 1-ാം തീയതി റെഗുലറായിട്ട് ഗുരുവായൂരപ്പനെ പോയി കണ്ടിരിക്കും. ഞാൻ ഗുരുവായൂരപ്പ സന്നിധിയിൽ വെച്ച് അകത്ത് വെച്ച് നേരിട്ട് കരുണാകരനെ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ മകനും നല്ല ഭക്തനാണ്. അവരെല്ലാം ഡിക്ലെയർഡ് ആണ്. പക്ഷെ നമ്മുടെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പക്ക ഓപ്പൺ ആയിട്ട് ഞാൻ ഭക്തനാണെന്ന് പറയത്തില്ല. പക്ഷെ പേഴ്സണൽ ലൈഫിൽ അവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പലരും പേഴ്സണൽ ലൈഫിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പൂജ ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുക. ഓരോ മാസത്തിൽ എന്തൊക്കെ പൂജ എവിടെയൊക്കെ ചെയ്യണം അതിന് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുക. ചിലർ അവരുടെ വൈഫിനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലര് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുക. ഭാര്യമാരെല്ലാം പക്ക ഡ്യൂട്ടി മണ്ഡോദരിയെ പോലെയാണ്. അതാ കറക്റ്റാണ്. ഇവര് കാണുമ്പോ അല്ലെ ശരിയാണ്, മണ്ഡോദരി പക്ക ഡ്യൂട്ടിയാണ്, ഭക്തയാണ് അല്ലെ. പക്ഷെ രാവണൻ പക്ക കർമ്മിയാണ്. അല്ല, അത് കൃഷ്ണഭക്തനല്ലല്ലോ. രാവണനെ പോലെ ഒരു ഭക്തനാവണം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. രാവണൻ അദ്ദേഹത്തിനെക്കാളും ശക്തിയുള്ള ആൾക്കാരെ അദ്ദേഹം മാനിക്കുന്നുണ്ട്. ബ്രഹ്മദേവനെ മാനിക്കുന്നുണ്ട്, നാരദ മഹർഷി അദ്ദേഹം മാനിക്കുന്നുണ്ട്. ശിവഭഗവാന്റെ ഭക്തനാണ്. പക്ഷെ ശിവഭഗവാന്റെ ഭക്തന്മാർ ഒട്ടുമിക്ക അസുരന്മാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷ്ണുവിനോട് പക്ക ദേഷ്യമാണ്. എന്തിനാ? അപ്പൊ അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഭൗതികമായ ആഗ്രഹങ്ങളാണ് അവർക്ക് ചോദിച്ച് മേടിക്കുന്നത്. സ്പിരിച്വലിസം അവർക്ക് വേണ്ട. മുക്തിദായകൻ ആരേ ഉള്ളൂ? മുകുന്ദൻ. അവർക്ക് മുക്തി വേണ്ട. എനിക്ക് ഈ ഭൗതിക ലോകം മതി. അപ്പൊ അതിൽ ഏറ്റവും വലുത് തരാൻ പറ്റുന്ന ദേവീദേവന്മാരുടെ നിന്ന് അവരെത്തി വാങ്ങിച്ചോളും. അവരെക്കാൾ ഉന്നത ദേവീദേവന്മാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചോളും. പക്ഷെ അങ്ങനെ മേടിക്കുന്ന ആ ഒരു വരം കൊണ്ട് അവർ ഈ ലോകം മുഴുവനും ഉപദ്രവങ്ങൾ ചെയ്യും. അപ്പൊ ആരിടപെട്ടേ പറ്റൂ? ആ വരം തന്ന ബ്രഹ്മാവിനോ വരം തന്ന ശിവഭഗവാനോ കൊടുക്കാനേ പറ്റൂ. അത് വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാനും ലോകത്തിനെ പരിപാലിക്കാനും പറ്റുന്നില്ല. അവർ കൈവിട്ടു പോയി. അപ്പൊ അവരും കൂടെ ഓടിക്കേണ്ടി വന്ന് വിഷ്ണുവിനോട് പറയും, ഞാൻ വരം ചോദിച്ചു കൊടുത്തു, പക്ഷെ ആ വരം വെച്ച് അയാൾ ലോകത്തിന് നന്മയല്ല ചെയ്യുന്നത്, ദോഷമാണ് ചെയ്യുന്നത്. ഇനി ആരിടപെട്ടേ പറ്റൂ? ഇനി ഭഗവാനെ അങ്ങ് ഇടപെട്ടേ പറ്റൂ. അങ്ങനെ അവിടെയാണ് ആരിടപെടുന്നത്? ഭഗവാൻ വിഷ്ണു ഇടപെടും. മനസ്സിലായി? അതാ അപ്പൊ ഞാൻ പറയുന്നത്, ഉന്നത കുല ആൾക്കാരെ സറണ്ടർ ആവുക എന്നുള്ളത് ഈ ലോകത്തിന്റെ നിയമമാണ്. നമ്മളെക്കാൾ ശക്തിയുള്ളവരെടുത്ത് നമ്മൾ പൈസ താന്നൊക്കെ പോകും. പക്ഷെ അവിടെയും നമുക്കൊരു അജണ്ട ഉണ്ട്. എന്താ? അയാളിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ അജണ്ട. ആ അജണ്ട ആണ് ആർക്കുണ്ടായിരുന്നത്? രാവണനൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങളെ താങ്ങിയിട്ട് നിൽക്കാം, പക്ഷെ നീ എനിക്ക് എന്ത് തരും? ഇതാണ് ചോദ്യം. പക്ഷെ കൃഷ്ണഭക്തി അങ്ങനല്ല. കൃഷ്ണഭക്തി ബിസിനസ് അല്ല. ഞാൻ എന്ത് തരും, നീ എന്ത് തരും, അതല്ലല്ലോ. ജീവന സ്വരൂപാഹി കൃഷ്ണന് നിത്യദാസ. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസനാണ്. അമ്മ മക്കളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ചല്ലോ, നാച്ചുറൽ സ്നേഹം എന്നതുപോലെ ഭഗവാനോട് കൃഷ്ണനോടുള്ള സേവനം എന്ന് പറയുന്നത് അങ്ങോട്ട് ഇത്ര തന്നാൽ ഇങ്ങോട്ട് എത്ര തരുന്നുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ വരാൻ ആര് തയ്യാറല്ല? രാവണാദികൾ തയ്യാറല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ദേവന്റെ ഭക്തനായാൽ പോരെ? പോരാ. ഏതെങ്കിലും മന്ത്രം ജപിച്ചാ പോരാ. അങ്ങനെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരേർനാമ ഹരേർനാമൈവ കേവലം. ഹരിയുടെ തിരുനാമം മാത്രമേ ഉള്ളൂ. കലിയുഗത്തിൽ മറ്റൊരു ഗതിയും അന്യമായില്ല. മനസ്സിലായോ? 33 കോടി ദേവന്മാരും ഒരിക്കലും ഭഗവാന്റെ നാമത്തിനോട് തുല്യമോ അതിനേക്കാൾ മുകളിലോ അല്ല. ഇതെല്ലാം അതിന്റെ താഴെയാണ്. ഇത് എവിടെ പറയുന്നുണ്ട്? പത്മപുരാണത്തിൽ പറയുന്നു. സംശയം എന്ത്? ത്രിമൂർത്തികളിൽ വിഷ്ണുവാണ് ശ്രേഷ്ഠൻ. അതിലെന്താ ഡൗട്ട്? ഈ ത്രിമൂർത്തി ആ കഥ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയും. ഈ ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠം വിഷ്ണുവാണ്, എന്നാൽ ത്രിമൂർത്തികൾക്കും മുകളിലാണ് കൃഷ്ണൻ എന്ന് എവിടെ പറയുന്നു? ശ്രീമദ് ഭാഗവതം പറയുന്നു. ശ്രീമദ് ഭാഗവതത്തില് ഞാൻ പറഞ്ഞുതരാം. വിഷ്ണു ഭഗവാൻ ഒരു കഴിഞ്ഞ ആഴ്ച ആണോ ഞാൻ പറഞ്ഞത് ഇവിടെ ക്ലാസ്സിൽ? വിഷ്ണു ഭഗവാൻ ശ്രദ്ധിക്കൂ,
10ാമത്തെ ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണന്റെ മക്കളെ ജനിക്കുമ്പോ തന്നെ മരിച്ചു പോകും. അവിടെ നിന്ന് കാണാനില്ല മരിച്ചു പോകുന്നില്ല, കാണാനില്ല. അപ്പൊ ഇത് എവിടെയാണ് പോകണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി അടുത്ത 5-6 പേര് ജനിച്ച ഉടനെ കാണാൻ. അപ്പൊ അർജുനൻ അതിൽ ഇടപെടും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചോളാം, എന്നാ ഇദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയും. അവസാനം എന്ത്, അതും കാണാനില്ല. അതിനുശേഷം ജനിച്ച കുട്ടിയും കാണാനില്ല. അപ്പോഴത്തേക്കും ഇദ്ദേഹം വിഷമിക്കുകയും ഒരിക്കലും മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തും. അപ്പോഴത്തേക്കും കൃഷ്ണൻ അതിൽ ഇടപെടും. എന്തെന്ന് ചോദിച്ചപ്പോൾ പറയും, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു, പക്ഷെ കുട്ടികളെ കാണാനില്ല. അപ്പൊ വാ നമുക്ക് നോക്കാം, ഈ കുട്ടികൾ എവിടെ പോയി നോക്കാം. അങ്ങനെ ഈ മുഖത്ത് എല്ലായിടത്തും പോയി കാണാനില്ല. ഈ 14 ലോകത്തിലും പോയി കാണാനില്ല, പിള്ളേരെ കാണാനില്ല. യമരാജന്റെ അടുത്ത് പോയി, അവിടെയും പിള്ളേർ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എവിടെ? അപ്പോഴാണ് വൈകുണ്ഠത്ത് പോകണം. നീ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഇതെല്ലാം ഭൗതിക ലോകം എല്ലായിടത്തും തപ്പി കാണാനില്ല. നമുക്ക് തപ്പാൻ പറ്റില്ല, കൃഷ്ണന് തപ്പാൻ പറ്റുമല്ലോ. കൃഷ്ണന്റെ കൂടെ പോയതുകൊണ്ട് അർജുനന് എല്ലായിടത്തും പോകാൻ പറ്റി. ഒരിടത്ത് ഈ കുട്ടികളെ കാണാം. അവസാനം തപ്പി ഇനി ഒരേ സ്ഥലത്ത് മാത്രമേ നോക്കാനുള്ളൂ, വൈകുണ്ഠത്താണ്. വൈകുണ്ഠത്ത് പോയപ്പോ പിള്ളേർ അവിടെ ഉണ്ട്. ഇതാരാണ് അടിച്ചുകൊണ്ട് വന്നത് വെച്ചപ്പോ വിഷ്ണു പറയാണ്, ഞാനാണ് ഈ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നത്, ഞാനാണ്. എന്തിനാണ് കൊണ്ടുവന്നത് ചോദിച്ചു, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഈ ഒരൊറ്റ കഥയിൽ നിന്നാണ് വിഷ്ണു പോലും ആഗ്രഹിക്കുന്നത്. അതേപോലെ മൊത്തം നമ്മുടെ കഴിവുകളുണ്ടല്ലോ, കഴിവുകളിൽ 16 ക്വാളിറ്റീസ് ഒരുമിച്ച് വന്നാൽ ബ്രാഹ്മണനായി. പലതരം ക്വാളിറ്റീസിൽ 16 ഒരുമിച്ച് വന്നാൽ ബ്രാഹ്മണനായി. 25 ക്വാളിറ്റീസ് ഒരുമിച്ച് വന്നാൽ നമ്മളൊരു വൈഷ്ണവനാണ്. ബ്രാഹ്മണനെക്കാളും വൈഷ്ണവൻ എത്ര വലുതാണെന്ന് നോക്കണം. 54 താഴെ എത്തുമ്പോഴത്തേക്കും അത് ആരുടെ കഴിവായി, ആരുടെ ക്വാളിറ്റീസ് ആയി? ബ്രഹ്മാവിന്റെ ക്വാളിറ്റീസ്. 54 മുകളിൽ ശിവഭഗവാന്റെ ക്വാളിറ്റീസ് ആണ്. 60 വിഷ്ണുവിന്റെ ക്വാളിറ്റിയാണ്. അതിന് മേളിൽ ഒരു 4 കൂടെ ആർക്ക് കൂടുതലുണ്ട്? കൃഷ്ണന് കൂടെ. കൃഷ്ണന് 64 ക്വാളിറ്റീസ്. ഈ ലാസ്റ്റത്തെ 4 ക്വാളിറ്റീസ് വിഷ്ണുവിന് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രം വിഷ്ണുവിന്റെ അവതാരം എന്ന് പറയുന്നത് ഒരു കണക്കിന് സത്യമാണ്. എന്നാൽ ആ ഒരാളായിട്ട് വന്ന ആളെന്ന് പറയുന്നത് സ്വയം ഭഗവാൻ. 9ാമത്തെ അവതാരമായിട്ട് വന്ന ആള് സ്വയം ഭഗവാൻ നേരിട്ട് വരികയാണ്. 9ാമത്തെ അവതാരമായി വന്നുവെങ്കിലും 9ാമത്തെ അവതാരമായി വന്ന ആൾ വിഷ്ണു അല്ല, വിഷ്ണുവിന്റെ മുകളിലുള്ള കൃഷ്ണനാണ്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് പ്രധാനമന്ത്രിക്കാണോ പ്രസിഡന്റിനാണോ? പക്ഷെ നമ്മൾ കാണുന്നത് ആരെയാണ്? പക്ഷെ പ്രധാനമന്ത്രിക്ക് യുദ്ധത്തിന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇല്ല കേട്ടോ. യുദ്ധത്തിന് വേണ്ടി പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? പ്രസിഡന്റിനാണ്. പക്ഷെ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? വിഷ്ണുവിന്റെ ആക്ടിവിറ്റീസ് ആണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ വിഷ്ണുവിനെ അവിടെ ആ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് കൃഷ്ണനാണ്. ഇതാണ് അതിന് കറക്റ്റ് ആൻസർ. ഇത് വെറുതെ പറയുന്നതല്ല, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ്. ആ ആ ആ ഓ വൈകുണ്ഠ ലോകത്താണ് വിഷ്ണു ഉള്ളത്. എന്നാൽ വൈകുണ്ഠത്തിന്റെ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനം. അതിനകത്ത് കൃഷ്ണനാണ്. മനസ്സിലായി? വൈകുണ്ഠ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ലോകങ്ങളാണ്. അത് ഓരോ ഗോളത്തിനകത്തും ഓരോ വിഷ്ണുക്കളുണ്ട്. അതെല്ലാം വൈകുണ്ഠ ലോകം തന്നെയാണ്. എന്നാൽ വൈകുണ്ഠ ലോകത്തിന്റെ സെൻട്രൽ എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനം. അതിനകത്തുള്ളത് 2 കൈ 2 കാലുള്ള കൃഷ്ണൻ. ബാക്കി എല്ലാ വൈകുണ്ഠ രൂപത്തിലും 4 കൈ 4 കാലല്ല 4 കൈ ഉള്ള വിഷ്ണുവാണ്. പക്ഷെ ഏറ്റവും ഹൃദയഭാഗമായ ഗോലോക വൃന്ദാവനത്തിനകത്തുള്ളത് കൃഷ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. 2 കൈ രൂപം 2 കാലം. പിന്നെ ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ. അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ന്യൂഡൽഹിയാണ്, അല്ലേ? അപ്പൊ അതിനകത്താണ് ആരുള്ളത്? നമ്മുടെ പ്രസിഡന്റ് ഉള്ളത്, അല്ലെ? എന്നാൽ ഇന്ത്യ മഹാരാജ്യം മുഴുവനും ഉണ്ട്. എന്നതുപോലെ ഇന്ത്യ മഹാരാജ്യം മുഴുവനും വൈകുണ്ഠ ലോകമായിട്ട് നമ്മൾ ചിത്രീകരിച്ചാൽ അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ന്യൂഡൽഹി എന്ന് പറയുമ്പോൾ ആ ഭാഗമാണ് ഗോലോക വൃന്ദാവനം. അവിടെ ഉള്ള ആളിന്റെ രൂപം എന്ന് പറയുന്നത് 2 കൈ 2 കാലം. ഇത് ബൈബിളിലും പറയുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, ഭഗവാൻ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. എങ്ങനെ? ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാന്റെ സ്വന്തം രൂപത്തിലാണ്. ഭഗവാന്റെ സ്വന്തം രൂപം 2 കൈ 2 കാലം. ഈ രൂപമാണ് കൃഷ്ണൻ. അതാണ്. അപ്പൊ വിഷ്ണു തത്വങ്ങൾ അതിന് ചുറ്റും ഉണ്ടെങ്കിലും കൃഷ്ണന്റെ രൂപം 2 കൈ 2 കാലം. അപ്പൊ അതിന്റെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ അതിന്റെ തെളിവുകൾ ഞാൻ അതായത് ശ്രീമദ് ഭാഗവതി പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ ബലരാമന്മാർ വിഷ്ണുവിന്റെ അവതാരം എന്ന് നമ്മൾ പറയുമ്പോഴും
കൃഷ്ണ എന്നുള്ള രൂപത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ അദ്ദേഹം അംശ അവതാരമല്ല, അവതാരമല്ല, പൂർണ്ണ അവതാരമാണെന്ന് പറയും. എന്താ പൂർണ്ണ അവതാരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പൂർണ്ണ പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വന്ന ആളല്ല, അതിന്റെ പൂർണ്ണമായ ആളായിട്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ കൃഷ്ണൻ ഒരിക്കലും ഒരു അവതാരമല്ല, പൂർണ്ണ പുരുഷൻ. അദ്ദേഹം ഒരു അവതാരത്തിന്റെ റോള് അനുഭവിച്ചിങ്ങ് വന്നു എന്നാണ് ശാസ്ത്രത്തിൽ കാണുന്നത്. നമുക്ക് പറയാനാണെങ്കിൽ അവിടുന്ന് കേട്ട കഥ ഇവിടുന്ന് കേട്ട കഥയൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മാവ് പറയും. ശാസ്ത്രത്തിൽ പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്താ? കൃഷ്ണനാണ് ഭഗവാൻ സ്വയം എന്നാണ്. അദ്ദേഹത്തിന് അണ്ടറിലാണ് ത്രിമൂർത്തികൾ അടക്കമുള്ള 33 ദേവന്മാര്, അതിനും താഴെയാണ്. അത് ആദ്യം കേട്ട നമുക്ക് സംബന്ധിച്ചിടത്തോളം വലിയ പാടായിരിക്കും. പക്ഷെ നമ്മൾ ശാസ്ത്രം പഠിച്ചു വരുമ്പോൾ നമ്മളത് ഉറപ്പായിട്ട് അംഗീകരിക്കും, ഒരു സംശയം. ശരി. ഓ പറയുന്നുണ്ട്. എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധരഹ തത്ര ശ്രീ വിജയോ ഭൂതർ ധ്രുവ നിതർമർമ്മ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാള് വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യം, അസാധാരണ ശക്തി, വിജയം, നീതി ഇവയുള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. ഇതാണ്. അപ്പൊ കൃഷ്ണനെ തന്നെയാണ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ശരി. വൈഷ്ണവർക്ക് മാത്രമേ വിഷ്ണു ആരാധന പാടുള്ളതാണോ? ബ്രാഹ്മൺസിന് ആണ്. അല്ല, വിഷ്ണുവിനെ ആരാധന സമസ്ത 33 ദേവന്മാരും വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും ഒരേ ഒരു ജോലി വിഷ്ണുവിനെ ആരാധിക്കുക മാത്രമാണ്. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവേന സ്വരൂപാഹി എന്നാണ്. ബ്രാഹ്മണന്റെ സ്വരൂപം വിഷ്ണു ആരാധന വിഷ്ണുദാസൻ എന്നല്ല. മനുഷ്യനായാലും മൃഗമായാലും കൃമിയായാലും കീടമായാലും എല്ലാവരുടെയും നാച്ചുറൽ അവസ്ഥ എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ, കൃഷ്ണന്റെ നിത്യദാസൻ എന്നുള്ളതാണ്. അപ്പൊ വിഷ്ണു ആരാധന ബ്രാഹ്മണന്മാര് അവരുടെ കൈവശം മാത്രമാക്കി അവർ ആക്കി എടുത്തതാണ്. മനസ്സിലായി? നല്ലത് കിട്ടിയപ്പോൾ അവർ മാത്രം എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് വേറെ ആരും വരാത്ത രീതിയിൽ ആക്കിയെടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ അത് എല്ലാവരുടെയും അവകാശമാണ്. നമ്മുടെ ബ്രഹ്മമധ്യ ഗൗഡീയ വൈഷ്ണവ പരമ്പരയില് ഇസ്കോണില് ഈ ഒരു തത്വശാസ്ത്രം ലോകത്തിന്റെ ഇടയിൽ കാണിച്ചു തന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഈ പരമ്പരയിൽ വരാൻ പറ്റുന്നത്. പക്ഷെ ഇത്രയും കാലം അതിന് അവരുടെ മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ ആക്കി തീർക്കുകയാണ് ചെയ്തത്. ശാസ്ത്രത്തിൽ ഒരിക്കലും ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടില്ല. ആ ക്വാളിറ്റി വരുമ്പോൾ ആണ് ബ്രാഹ്മണനാവുന്നത്. ഡോക്ടറിന്റെ മക്കൾ ഡോക്ടറാണോ, അഡ്വക്കേറ്റിന്റെ മക്കൾ അഡ്വക്കേറ്റ് ആണോ? അവരുടെ കർമ്മഫലം അനുസരിച്ചല്ലേ അവരാവത്തുള്ളൂ. എന്നതുപോലെ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉള്ളവരാണ് ബ്രാഹ്മണൻ, അല്ല ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ആളല്ല എന്നതിൽ വ്യക്തമായി പറയും. അവിടെ എന്തൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. ഹരേ കൃഷ്ണ. സാരമില്ല, ക്ലാസ് കഴിഞ്ഞു, കുഴപ്പമില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിനർത്ഥം എന്താണ്? നമുക്കും ബ്രാഹ്മണനാവാം. ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ബ്രാഹ്മണനാവാം. നമുക്കും വൈഷ്ണവനാവാം. വൈഷ്ണവനാവുന്നത് എപ്പോഴാണ്? വൈഷ്ണവന്റെ കുടുംബത്തിൽ ജനിക്കുമ്പോഴല്ല, വൈഷ്ണവ ക്വാളിറ്റി നമ്മൾ എടുക്കുമ്പോഴാണ്. എന്നെ പ്രീച്ച് ചെയ്ത ഒരു ഗുരുനാഥൻ ഒരു ക്രിസ്ത്യാനായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഞാൻ ക്രിസ്ത്യാനാണ്, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു ഭൗതികതയെ കുറിച്ച്. അപ്പൊ എന്റെ ഗുരുനാഥൻ അതിനോട് പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാനും ക്രിസ്ത്യാനിയാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ 10 കൽപ്പനകൾ അനുസരിച്ചില്ല എന്നാണ് എങ്കിൽ നിങ്ങളും ക്രിസ്ത്യാനല്ല. അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് ക്രിസ്ത്യാനി ഉണ്ടാവുന്നത് അല്ലേ? ക്രിസ്തു പറയുന്നത് അനുസരിക്കുമ്പോഴേ ക്രിസ്ത്യാനാവത്തുള്ളൂ. അല്ല ഞാൻ ക്രിസ്ത്യാനാണെന്ന് പറഞ്ഞാൽ ആവോ? ഞാൻ പോലീസുകാരനാണ്, ഞാൻ പോലീസുകാരൻ, ആരെങ്കിലും പോലീസുകാരനാവോ? പോലീസുകാരന്റെ ക്വാളിറ്റി വരുമ്പോഴല്ലേ ആവുള്ളൂ. എന്നതുപോലെ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ നിലവാരത്തിലെത്തുന്നത്. അതായത് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബ്രാഹ്മണനാവുന്നത്. മനസ്സിലായി മാഡം? അപ്പൊ അത് വിഷ്ണുവിനെ ആരാധിക്കാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചാൽ സമസ്ത ജീവജാലങ്ങളും ആകെ അവർക്ക് ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ, വിഷ്ണു ആരാധന മാത്രം. അതാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. വിഷ്ണുവിനെ എല്ലാവർക്കും ആരാധിക്കാമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ഇത് കലിയുഗമായതുകൊണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി, തലകുത്തനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. എല്ലാവർക്കും അതിന് അവകാശം, എല്ലാവർക്കും അവകാശം. ഈ കാറ്റ്, ഈ ശ്വാസം, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഇത് ആർക്കൊക്കെയാണോ ഒരേപോലെ അവകാശമുള്ളത്, അതേപോലെ എല്ലാവർക്കും അവകാശമാണ് ശ്രീകൃഷ്ണ ആരാധന. ശ്രീകൃഷ്ണ ആരാധന എല്ലാവരുടെ അവകാശം, എല്ലാവരും ചെയ്യേണ്ടതാണ്. അവരവരുടെ 24 മണിക്കൂറിനെ കൃഷ്ണ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഹരേ കൃഷ്ണ.
ഇന്ന് എനിക്ക് 12 മണിക്ക് വേറെ സ്ഥലത്ത് ക്ലാസ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, ഗൗര പ്രമാനദേ ഹരി.